നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ യാഗങ്ങളെ അർപ്പിക്കുക. പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പലപ്പോഴും ദൈവസന്നിധിയിൽ അവിടെ കസേര എവിടെയെങ്കിലും ഫ്രണ്ടിൽ ഇടയ്ക്ക് ഒഴിവുണ്ടെങ്കിൽ പ്ലീസ് ആ ഇടയ്ക്ക് ഒഴിവുള്ള കസേര എന്ത് കയറിയിരുന്നാട്ടെ, അവിടെ ബാക്കിലോട്ട് കസേര വിടണം. ഇവിടെ ഇടയ്ക്ക് കസേര ഫ്രണ്ടിൽ ഇടയ്ക്കുണ്ടെങ്കിൽ രാജ്യം നോക്കിയിട്ട് ഇടയ്ക്കുള്ള ഒഴിവുള്ള കസേരയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വരുന്ന ആളുകൾക്ക് ഫേസിറ്റിലെ വിശ്വാസികൾ പുറകിൽ നിന്ന് എഴുന്നേറ്റ് മുമ്പിലുള്ള കസേരയിലേക്ക് ഒന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുറകിൽ സ്ഥലം ഇനി താമസിച്ച് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനായിട്ട് കൊടുക്കണം. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്ന് പകല് ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രൈസ് ഗോഡ് അല്ല, ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ സ്ഥിതി മാറുമോ? ദൈവം അനുഗ്രഹിച്ച സ്ഥിതി മാറത്തില്ലേ? എല്ലാവരുടെയും മാറത്തില്ലേ? പഴയ വിശ്വാസിയുടെയും പുതിയ വിശ്വാസിയുടെയും മാറത്തില്ലേ? ഇന്ന് ദൈവം എൻ്റെ സ്ഥിതി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്നിവിടെ നിന്ന് സ്ഥിതി മാറിയേ പോകാവൂ. കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. സന്തോഷമെന്ന് പറയുന്നത് യാക്കോബിന്, ആനന്ദമെന്ന് പറയുന്നത് ഇസ്രായേലിന്. ഒരേ വ്യക്തിയുടെ രണ്ട് മുഖങ്ങൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സന്തോഷിക്കുന്നത് യാക്കോബ്, ആനന്ദിക്കുന്നത് ഇസ്രായേൽ. പ്രൈസ് ഗോഡ്. യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കാണുന്നതിന് മുമ്പുള്ള പേരാണ്. ദൈവത്തെ മുഖാമുഖമായി കാണുന്നതിന് മുമ്പുള്ള പേരാണ് യാക്കോബ്. പ്രൈസ് ഗോഡ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുന്ന പോകുന്നത് കൊണ്ട് നിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കണം. ആ പേര് ഇന്ന് നിൽക്കുന്നുണ്ടോ? ലോകം മുഴുവനും അറിയുന്നുണ്ടോ? കർത്താവ് ഇട്ടാൽ അങ്ങനെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെയും എൻ്റെയും ചില പേരുകൾ മാറ്റി എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? യാക്കോബിനോട് പറഞ്ഞത്, നീ ബഹുജാതികൾക്ക് പിതാവാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ബഹുജാതികൾക്ക് പിതാവാകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറഞ്ഞ ആ പേരിൻ്റെ കണ്ണിക, അതിൻ്റെ ആ ചങ്ങല യാക്കോബിൽ അവസാനിച്ചില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ നിന്ന് ഇനിയും അത് തുടരും. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, യാക്കോബിൽ ദൈവത്തിന് ചിലത് തുടരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ്റെ പേര് മാറ്റി. പ്രൈസ് ഗോഡ്. തീർന്നില്ല, അവൻ്റെ കാലിലെ തുടയുടെ ഞരമ്പ് ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഇനി നീ പ്രൈസ് ഗോഡ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ നടക്കരുത്. നീ സ്വല്പം ചട്ടിയായാലും വേണ്ടുകയില്ല, നീ ഒരു വ്യത്യസ്ത നടപ്പ് നിനക്ക് ആവശ്യമാണ്. ഇന്ന് പകല് എൻ്റെ പേര് മാറ്റി എഴുതണമെന്ന് താല്പര്യമുള്ളവർക്ക് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നാൽ ഇത് മാറ്റി കഴിയുമ്പോൾ നിൻ്റെ നടപ്പ് മാറണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നടപ്പിൻ്റെ രീതി മാറണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ്റെ ജോലി എന്നാണെന്നറിയാമോ? തെണ്ടല, ഇരക്കല. അവനിങ്ങനെ എരിഹോവിലേക്ക് പോകുന്ന വഴിയരികെ വായിക്കുന്നു, ഇരുന്നുകൊണ്ട് ഇരുന്നിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അവന് വീടുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ദിവസം രാവിലെ വന്ന് എരിഹോവിക്ക് പോകുന്ന വഴിയേ ഇരിക്കും. അവിടെ ഇരുന്ന് വഴിയെ പോകുന്നവരോട് പൊട്ടക്കണ്ണന് 10 പൈസ തരണേ, 10 പൈസ തരണേ എന്ന് ചോദിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പണിയെടുക്കാൻ കഴിവില്ലാത്തവനാണേ, കണ്ണില്ലാത്തവനാണേ, തരണേന്ന് ചോദിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തെ സ്തോത്രം ദിവസവും ചോദിക്കുമ്പോൾ ഒരു ദിവസം എങ്ങാനും അവനെ അവിടെ കണ്ടില്ലെങ്കിൽ അവിടത്തുകൂടെ കടന്നു വന്ന് പൊട്ടക്കണ്ണനെ കണ്ടില്ലല്ലോ, കണ്ണുപൊട്ടനെ കണ്ടില്ലല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവൻ്റെ പിള്ളേർ സ്കൂളിൽ ചെല്ലുമ്പോൾ ദൈവത്തെ സ്തോത്രം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പിള്ളേർ പറയും, ആ പൊട്ടക്കണ്ണൻ്റെ മോൻ വന്നില്ലല്ലോ, പൊട്ടക്കണ്ണൻ്റെ മോള് വന്നില്ലല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവരുടെ ആരുടെയെങ്കിലും വല്ല കല്യാണമോ വല്ലതും നടക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ പറയും, പൊട്ടക്കണ്ണൻ്റെ വീട്ടിൽ കല്യാണമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ നാട് മുഴുവനും അവന് ബർത്തിമായി എന്ന് അപ്പനിട്ട പേരുണ്ടെങ്കിലും അത് പറഞ്ഞ ആളുകൾ അറിയത്തില്ല. ഇനി അഥവാ ബർത്തിമായി എന്ന് പറഞ്ഞാൽ തന്നെ ബർത്തിമായിയോ പൊട്ടക്കണ്ണൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നാട്ടുകാരിട്ട പേരുണ്ട്, നമ്മുടെ സ്വഭാവം അറിഞ്ഞിട്ട പേരുണ്ട്, നമ്മുടെ ഇടപാടുകൾ അറിഞ്ഞിട്ട പേരുണ്ട്, നമ്മുടെ നടപ്പ് കണ്ട് ഇട്ട പേരുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന്
ദൈവത്തിന് സ്തോത്രം. അതിനപ്പുറത്ത് ദൈവത്തിനൊരു പേര് നിനക്ക് വേണ്ടി ഇടാനുണ്ട്, എനിക്ക് വേണ്ടി ഇടാനുണ്ട്. ആ പേര് ഇന്ന് ദൈവം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ വന്നതാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്ന് നിന്റെ പേര് മാറ്റി എഴുതുന്നൊരു ദിവസമായി ദൈവം മാറ്റും. നിന്നെ ദാരിദ്ര്യവാസി എന്ന് വിളിച്ച സ്ഥാനത്ത് അതിനെ മാറ്റി എഴുതുന്നൊരു ദൈവമുണ്ട്. നീ കടക്കാരൻ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. രോഗി എന്ന് പറഞ്ഞ സ്ഥാനത്ത് മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആരോഗ്യമില്ലാത്തവർ എന്ന് പറഞ്ഞ സ്ഥാനത്ത്, സമ്പത്തില്ലാത്തവർ എന്ന് പറഞ്ഞ സ്ഥാനത്ത്, വീട്ടിന് പെരുമയില്ലാത്തവർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഈ ആരാധന മധ്യേ ചില പേരുകൾ മാറ്റി എഴുതുന്ന ദിവസമാണെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അല്ല, ദൈവം അനുവദിച്ചാൽ ഈ ഞായറാഴ്ച ഇവിടെ ഇരിക്കുന്ന ചിലരുടെയൊക്കെ പേരെൻ്റെ ദൈവം മാറ്റി എഴുതാൻ പോകുകയാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ചില പേരുകൾ മാറ്റി എഴുതണമേ. നിന്റെ കുടുംബത്തിനിട്ട പേര്, നിന്റെ കുഞ്ഞുങ്ങൾക്കിട്ട പേര്, നിന്റെ ഭർത്താവിനിട്ട പേര്, നിന്റെ ഭാര്യയ്ക്കിട്ട പേര്, നിന്റെ ജീവിതത്തിലിട്ട പേരുകൾ ഇന്ന് മാറ്റി എഴുതണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിലുള്ള പേര് ആ ബോർഡ് അങ്ങോട്ട് തൂത്ത് മാച്ച് കഴിഞ്ഞിട്ട് ഒരു പുതിയ പേര് എഴുതി ചേർക്കുന്നത് ഞാൻ വിശ്വാസം കണ്ടുകൊണ്ട് കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് ഞാൻ ഇന്ന് കാണുന്നു. ചില ബോർഡുകൾ തേച്ച് മാച്ച് ചില പുതിയ പേരുകൾ വരുവാൻ പോകുകയാണ്. ആമേൻ. ഞാൻ ചില ബോർഡ് തേച്ച് മാറ്റിയിട്ട് പ്രൈസ് ഗോഡ് അതിൽ പുതിയ പേരുകൾ എഴുതുന്നത് കാണുന്നു. പ്രൈസ് ഗോഡ്. ഇത് നിന്റെ വീട്ടിലാകട്ടെ, നിന്റെ തലമുറയെക്കുറിച്ചാകട്ടെ, നിന്റെ ബിസിനസ്സിനെ കുറിച്ചാകട്ടെ, നിന്റെ ജോലിയെക്കുറിച്ചാകട്ടെ, നിന്റെ വിഷയത്തെക്കുറിച്ചാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഈ ചിന്തയിലേക്ക് എന്നെ നയിച്ച ഒരു വാക്യം പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 146 സങ്കീർത്തനമല്ലേ ഇന്ന് വായിച്ചത്, അതിൻ്റെ 5-ാം വാക്യം ശ്രദ്ധിച്ചേ. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. അങ്ങനത്തെ ഭാഗ്യവാന്മാരോ ഭാഗ്യവതിമാരോ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയ സ്തോത്രം പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ വിവരിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ബാധകമാണെങ്കിൽ ഒന്നുകൂടെ സ്തോത്രം പറയാം. പ്രൈസ് ഗോഡ്. അതായത് വാക്യം ഒന്നുകൂടെ വായിച്ചേ. യാക്കോബിന്റെ ദൈവം സഹായമായിട്ട് തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. യാക്കോബിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയാൻ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യാക്കോബിനെ സഹായിച്ച ദൈവം, യാക്കോബിന് സഹായമായ ദൈവം നിന്നെ സഹായിക്കാൻ ഇറങ്ങി വന്നാൽ നീ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവം എന്നെ സഹായിക്കാൻ ഇറങ്ങി വരാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, പ്രത്യാശയുണ്ടായാൽ മതി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണെന്നറിയാമോ? നിനക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നിവർത്തിക്കുന്നൊരു ദൈവവുമുണ്ട്. ഹാലലൂയ. ഞാൻ ആശിക്കുന്നത് തരുന്ന ഒരു ദൈവമെന്ന് ഞാൻ പറയത്തില്ല, പ്രത്യാശിക്കുന്നത് തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പലർക്കും പല ആശയുണ്ട്, പക്ഷെ പ്രത്യാശ കുറച്ച് പേർക്കേ ഉള്ളൂ. ആശയും പ്രത്യാശയും ഒക്കെയുള്ള വ്യത്യാസം എന്നറിയാമോ? ആശ എന്ന് പറഞ്ഞത് വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ എനിക്കിപ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നുറുക്ക് തിന്നണമെന്ന് ആഗ്രഹം, ഒരാശയുണ്ട്. പ്രൈസ് ഗോഡ്. ചിലർക്ക് അലുവ തിന്നണമെന്ന് ആശയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വരുന്നൊരു സാധനമാണ് ആശ. നമുക്ക് ഒത്തിരി ആശ ഉണ്ടായിരിക്കാം, പക്ഷെ അതുമായിട്ട് വലിയ ബന്ധം ദൈവത്തിനില്ല കേട്ടോ. എന്നാൽ പ്രത്യാശയുമായിട്ട് ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? പ്രത്യാശ എന്ന് പറയുന്നത് നീ നിരാശപ്പെട്ടിരിക്കുമ്പം, നിരാശ വന്ന് നിന്നെ ചുറ്റും നിൽക്കുമ്പോൾ, കാണുന്നത് മുഴുവൻ നിരാശപ്പെടുന്ന സംഭവങ്ങളാകുമ്പോൾ, കാണുന്നത് മുഴുവൻ നിരാശപ്പെടുത്തുന്ന പ്രൈസ് ഗോഡ് വ്യക്തികളാകുമ്പോൾ, കാണുന്നത് മുഴുവൻ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളാകുമ്പോൾ, അതിൻ്റെ മധ്യേ, ആ നിരാശയുടെ മധ്യേ ഇരുന്നു കൊണ്ട് നിൻ്റെ ഉള്ളിലൊരാശ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രത്യാശ.
പ്രത്യാശ. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശ വരുന്നുണ്ട്? ആ പ്രത്യാശയെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സാധു ആരാന്നറിയാമോ? സാധു എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവൻ, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചവൻ. രണ്ടു കൂട്ടരെയും സാധു എന്ന് വിളിക്കാം. എല്ലാം ഉപേക്ഷിച്ചവനെയും സാധു എന്ന് വിളിക്കാം, എല്ലാം നഷ്ടപ്പെട്ടവനെയും സാധു എന്ന് വിളിക്കാം. ഇന്ന് നിങ്ങൾ ഏത് കാറ്റഗറി പെടുമെന്ന് പ്രത്യേകിച്ച് ഞാൻ പ്രസംഗിക്കേണ്ട. മിക്കവാറും നഷ്ടപ്പെട്ടവരുടെ കാറ്റഗറിയിലായിരിക്കും. ഉപേക്ഷിക്കാൻ നമുക്കത്ര എളുപ്പമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി വല്ലതും ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് കണ്ണുരുട്ടി കാണിക്കുകയല്ലാതെ ഉപേക്ഷിക്കുകയല്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലരും ഉപേക്ഷിക്കുന്നവരുടെ കാറ്റഗറി അല്ല, നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കാറ്റഗറിയാണ്. പ്രൈസ് ഗോഡ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നും ബാക്കിയില്ല. ആ അനുഭവത്തിലാണ് ഇന്ന് വന്നതെങ്കിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തെ സ്തോത്രം. ഇന്ന് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ദൈവമുള്ളിടത്തോളം കാലം എൻ്റെ നഷ്ടങ്ങളെ നികത്താൻ ഒരുവനുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ അതാണ് പ്രത്യാശ. ഇന്ന് നഷ്ടങ്ങളും കഷ്ടങ്ങളും ആമേൻ ഹല്ലേലൂയ ചുറ്റും കണ്ടുകൊണ്ട് നിരാശ നിന്നെ ചുഴന്നു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുമോ? എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് അതാണ് പ്രത്യാശ. ദൈവത്തെ സ്തോത്രം. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായി യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഈ യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമായിട്ട് മാറണം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, യാക്കോബിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയാനായിട്ട് തൻ്റെ ഇടം എത്ര പേർക്കുണ്ട്? പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് തൻ്റെ ഇടം എങ്ങനെ കിട്ടി? അതുകൂടെ പറയാമോ? എങ്ങനെയാണ് ഈ യാക്കോബിൻ്റെ ദൈവത്തെ കയറി എൻ്റെ ദൈവം എന്ന് പറയാനുള്ള തൻ്റെ ഇടം കിട്ടിയത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെ കിട്ടിയാലും വിരോധമില്ല. ഒരു ഒറ്റ വിധത്തിൽ കിട്ടിയാലേ പ്രയോജനമുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് തൻ്റെ ഇടം എങ്ങനെ കിട്ടിയാലും എനിക്ക് വിരോധമില്ല. പക്ഷേ ഒരൊറ്റ വിധത്തിൽ കിട്ടിയാലേ പ്രയോജനമുള്ളൂ. അത് യോഹന്നാൻ എഴുതി 1-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ വായിച്ചു കേൾക്ക്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ ദൈവം എൻ്റെ ദൈവമെന്ന്, എൻ്റെ പിതാവെന്ന് പറയാനുള്ള അധികാരം പ്രൈസ് ഗോഡ്. ആ അധികാരം എങ്ങനെ പ്രാപിക്കാം? അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആ ഏവരെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ബോധമുള്ള സകലരുമുണ്ട്. ഞാനീ പറഞ്ഞത് മനസ്സിലാക്കിയവർ കരമുയർത്തി സ്തോത്രം ചെയ്തേ. നിങ്ങൾക്കേവർക്കും അധികാരമുണ്ട്. ഇവിടെ ചില പിള്ളേർ അനങ്ങാതിരിക്കുക, അവർക്ക് ബോധമില്ല. ഞാൻ പറഞ്ഞത് അവർ കേട്ടിട്ടുമില്ല, അവർ കേട്ടാലോട്ട് അനങ്ങത്തുമില്ലായിരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ബോധമുള്ളവരാണ് ഇപ്പോൾ കൈപൊക്കിയത്. നിങ്ങൾക്കൊരു ബോധമുണ്ട്. എന്താണ് നിങ്ങളുടെ ബോധം? യേശു എൻ്റെ രക്ഷിതാവ്, യേശു എൻ്റെ കർത്താവ്. ഞാൻ ആ യേശുവിൽ കൂടെ ഞാൻ ദൈവ പൈതലായി തീർന്നു. പ്രൈസ് ഗോഡ്. ഈ ബോധം വന്നു കഴിഞ്ഞ ശേഷം യേശുവിനെ വിളിച്ച ആ വിളി, ഓരോ വിളിയും ഗുണമുള്ള വിളിയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അല്ലെങ്കിലത്തെ കുഴപ്പം പറയാം. യേശു എന്ന പേര് 1-ാം നൂറ്റാണ്ടിൽ സർവ്വസാധാരണമായ ഒരു പേരായിരുന്നു. പ്രൈസ് ഗോഡ്. ഒത്തിരി പേർക്ക് ആ പേരുണ്ടായിരുന്നു. എന്നാൽ 1000 യേശുവിൻ്റെ കൂട്ടത്തിൽ ഒരു യേശു ഉണ്ടായിരുന്നു. അത് ഏത് യേശു എന്നറിയാമോ? പന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ചവനും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പുരോഹിതന്മാരാൽ പിടിക്കപ്പെട്ടവൻ, സ്വന്തം ശിഷ്യനാൽ സ്നേഹിതനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പീലാത്തോസിൻ്റെ മുമ്പിൽ ഈ മനുഷ്യന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടും കൊലയ്ക്ക് വിധിക്കപ്പെട്ടവൻ, ക്രൂശുമരണം വിധിക്കപ്പെട്ടവൻ, പ്രൈസ് ഗോഡ്. മാത്രമല്ല കാൽവരി ക്രൂശിൽ കയറി നമ്മുടെ മുഴുവൻ പാപങ്ങളെ വഹിച്ച്, നമ്മുടെ മുഴുവൻ ശാപങ്ങളെ വഹിച്ച്, നമ്മുടെ മുഴുവൻ രോഗങ്ങളെ വഹിച്ച്, നമ്മുടെ മുഴുവൻ നിന്ദകൾ വഹിച്ച്, ഹല്ലേലൂയ,
ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങിക്കിടന്ന ഒരേശുവേ ഉള്ളൂ കേട്ടോ. ആ യേശുവിനെ രക്ഷകൻ എന്ന് പറയുവാൻ, ആ യേശുവിൻ്റെ കർത്താവ് എന്ന് പറയുവാൻ, ആ യേശുവിൽ വിശ്വസിക്കുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം സാധിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. യാക്കോബിന്റെ ദൈവം നിന്റെ ദൈവമാണ്, നിന്റെ ദൈവമാണ്, നിന്റെ ദൈവമാണ്. യാക്കോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം അങ്ങനെയാണെങ്കിൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. യാക്കോബിന്റെ പേര് മാറ്റി എഴുതിയ ദൈവം നിന്റെ പേരും മാറ്റി എഴുതും. ഇന്ന് രാത്രി എന്റെ പേര് ദൈവം മാറ്റി എഴുതണമെന്ന് വിശ്വസിക്കുന്നവര് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ ആരാധിക്കുക. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവപുത്രനെ, പരിശുദ്ധാത്മാവാം ദൈവത്തെ, ത്രിയേക ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്നവനാണ് ദൈവമക്കൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ക്രിസ്ത്യാനിയാകാൻ, ജനനത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. എ ക്രിസ്ത്യൻ ഈസ് നോട്ട് ബൈ ബർത്ത് ബട്ട് ബൈ റീബർത്ത്. പ്രൈസ് ഗോഡ്. ഒരു വീണ്ടും ജനനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്ത്യാനിയാകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഒരു ഡോക്ടറുടെ മകനെ പിടിച്ച് ഡോക്ടറാക്കാം, എഞ്ചിനീയറുടെ മകനെ പിടിച്ച് എഞ്ചിനീയറാക്കാം, സി എക്കാരൻ്റെ മകനെ പിടിച്ച് സി എക്കാരനാക്കാം, മന്ത്രിയുടെ മകനെ മന്ത്രിയാക്കാം. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ മകനെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റത്തില്ല. അവനാകണം, അവൻ ക്രിസ്ത്യാനി ആകണം. ആക്കാൻ പറ്റുകയില്ല. എങ്ങനെ ആകാൻ സാധിക്കും? വ്യക്തിപരമായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. അല്ലെങ്കിൽ യേശു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. DL മൂടി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു. പുള്ളിയോട് ഒരാൾ ചോദിച്ചു, ഈ യേശുവിന്, നീ ഇത്ര യേശുവിനെ സ്നേഹിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു. DL മൂടി കൊടുത്ത മറുപടി എന്നറിയാമോ? ഈ ലോകത്തിൽ ഞാൻ ഒരാളെ പാപിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് വേണ്ടി യേശു മരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി വന്ന് സന്ധിച്ച് നിന്നെ സഹായിക്കാൻ യേശുവിനുള്ള മനസ്സാണ് മൂടിക്ക് കിട്ടിയത്. ഇന്ന് പകൽക്കാലം നീ വ്യക്തിപരമായി ആരാലും അറിയപ്പെടാത്തവളുമായിട്ടിരിക്കുന്നെങ്കിലും എന്നെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ നിന്നെ അറിയുമ്പോൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം. ഒരിക്കൽ ഗിദെയോനോട് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ്, നിന്റെ അപ്പൻ്റെ കാളയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ കാളയായിരിക്കുന്ന 2 വയസ്സുള്ള കാളയെ, നിന്റെ അപ്പൻ്റെ കാളകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇളയ കാളയായിരിക്കുന്ന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 2 വയസ്സുള്ള കാള. എൻ്റെ ദൈവം, ഞാൻ ആലോചിച്ചു, ഈ കാളയുടെ വയസ്സ് വരെ ദൈവത്തിന് ഓർത്തിരിക്കാമെങ്കിൽ ഇവിടെ ചിലർ മക്കളുടെ പേര് ഓർത്തിരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാൻ തമാശ പറയുന്നില്ല. ഇപ്പോഴത്തെ ചില പേര് നാക്കുളുക്കുന്ന പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കൂടെ മാറിപ്പോകുന്നതുകൊണ്ട് ഞാൻ പറയുക. ഒരിക്കൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ചെന്ന് പറയും, ഇത് ദിവ്യ, ഇത് വിദ്യ. പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, നോ, ഇത് വിദ്യ, ഇത് ദിവ്യ. ശരിയാ, ഇത് ദിവ്യ, ഇത് വിദ്യ. അപ്പോഴും തെറ്റിച്ചു. സ്വന്തം മക്കളുടെ പേരറിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, സ്വന്തം മക്കളുടെ പർട്ടിക്കുലേഴ്സ് ഒന്ന് എഴുതി തരാൻ പറഞ്ഞാൽ ഭാര്യയോട് കൺസൾട്ട് ചെയ്യാതെ എഴുതാൻ പറ്റിയ എത്ര അപ്പന്മാർ എന്തിരിപ്പുണ്ട്? ഇവിടെ ഒരാൾ ചിരിക്കുന്നു. എന്നോട് ആ ക്ലാസ് ഏതാണെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പിടിയില്ല എന്ന് പറഞ്ഞു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഏത് ക്ലാസ്സിലാണ്? നിങ്ങളൊന്നും വലിയ പിടിയൊന്നും ഇല്ല ഇവർക്ക് കേട്ടോ. ദൈവത്തിന് മാത്രമേ അറിയാവൂ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, മക്കളുടെ എല്ലാ പർട്ടിക്കുലേഴ്സും ഒന്ന് എഴുതി തരാൻ പറഞ്ഞാൽ കൈയൊന്നും പൊക്കല്ലേ, പിള്ളേരുടെ ഡെസ്പായി പോകും. അതുകൊണ്ടാണ്. എത്ര പേർക്ക് എഴുതി തരാൻ പറ്റും? പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, SSLC പരീക്ഷയ്ക്ക്, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കൊച്ചാന്ന് വിചാരിക്കുക, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നിൻ്റെ കൊച്ചിന് എത്ര പെർസെൻറ്റേജ് ഓരോ സബ്ജക്റ്റിനുണ്ടായെന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അമ്മ പറയും, മക്കൾക്ക് ഒരു ഓർമ്മയില്ല, പിന്നെ ഞങ്ങൾ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് പറയും. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എൻ്റെ ചീത്ത വിളിച്ചു. ഓർമ്മയുണ്ടല്ലോ? അതെന്നാ മറക്കാത്ത? അപ്പോൾ ഈ ഓർമ്മക്കുറവല്ല, നല്ല ഓർമ്മ നമുക്കുണ്ട്, ഓർമ്മ ശക്തിയുമുണ്ട്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിൻ്റെ കാളയുടെ വയസ്സ് വരെ നിൻ്റേതായതുകൊണ്ട് ഈ ദൈവത്തിന് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്.
നിന്റെ വീട്ടിലുള്ള സകലത്തെയും അറിഞ്ഞ് പരിപാലിക്കാൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ച് നീ ഭാരപ്പെടാതെ കണ്ട് ഇന്ന് പകല് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ നിന്റെ ഏറ്റവും ചെറിയ വിഷയം പോലും എൻ്റെ ദൈവം കൈകാര്യം ചെയ്തിരിക്കും. ഭയപ്പെടല്ലേ, ഭാരപ്പെടല്ലേ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി നല്ലൊരു മാസമായത്. എന്തിനാണെന്നറിയാമോ? ഒരുപാട് കാര്യങ്ങളിൽ ക്രമീകരണം വരുത്താൻ പറ്റുന്നത്. 1. 2, പ്രൈസ് ഗോഡ്, ഒരു ശുഭവിശ്വാസത്തോടെ നമുക്ക് അടുത്ത 1-ാം തീയതി ജനുവരി മാസം തൊട്ട് എനിക്കൊരു മാറ്റം വരുമെന്ന് വിശ്വസിക്കാൻ പറ്റിയ മാസമായത്. ഇനി വെറും 29 ദിവസമേ ഉള്ളൂ മാറ്റം വരാൻ പോവുക. നിനക്കും ചില മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്ക. നിന്റെ ദൈവം നിനക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ പോകുകയാണ്. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അവൻ 1-ാം മാസം തന്നെ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ആഴമേറിയ മാറ്റങ്ങൾ സ്വർഗത്തിലെ ദൈവം വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് വ്യക്തമായി. ഞാൻ ഇനി പഴയ പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരട്ടെ. എന്തുവാ എന്നെ കാണിച്ചെന്നറിയാമോ? ബോർഡുകൾ മാറ്റി എഴുതുന്നു. എങ്ങനെയൊക്കെ ബോർഡ് മാറ്റാം? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു വീട്ടിൻ്റെ ബോർഡ് എങ്ങനെയൊക്കെ മാറ്റാം, അല്ലെങ്കിൽ ഒരാളുടെ ബോർഡ് എങ്ങനെയൊക്കെ മാറ്റാം? 1, ക്വാളിഫിക്കേഷൻ മാറുമ്പം ബോർഡ് മാറ്റി എഴുതാം. എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരാൾ BSc എഞ്ചിനീയറിംഗിന് വയ്ക്കാൻ പറ്റുകയില്ല. പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ബോർഡിൽ എഴുതാം BSc എഞ്ചിനീയറിംഗ്. MBBS പാസ്സായി കഴിഞ്ഞാൽ എന്തെഴുതാം? ഡോക്ടർ എന്ന് എഴുതാം, MBBS എന്ന് എഴുതാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ചില പേരുകൾക്ക് മാറ്റം വരുമെന്ന് ഉറപ്പുള്ളൊരു കരത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇത് ചില തലമുറകളെക്കുറിച്ചുള്ള ചില വാഗ്ദത്തങ്ങളാണ്. ശത്രു തടഞ്ഞു വെച്ച ചിലതിനെ വെളിയിൽ കൊണ്ടുവന്ന്, ശത്രു പിടിച്ചു വെച്ച ചിലതിനെ വെളിയിൽ കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞിൻ്റെ ബോർഡ് മാറ്റാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ശത്രു തടയല്ലേ. In the name of Lord Jesus of Nazareth I command. ശത്രുവിന്റെ സകല പ്രവൃത്തികളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ബോർഡ് മാറാൻ 1, വിദ്യാഭ്യാസത്തിലുള്ള ചേഞ്ച്. 2ാമത് ബോർഡ് മാറാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അടുത്ത ചേഞ്ച് എന്നാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഡെസിഗ്നേഷനിലുള്ള ചേഞ്ച്. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ അവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൊമോഷൻ കിട്ടിയെന്ന് കടലാസം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അസിസ്റ്റൻ്റ് വെട്ടിക്കളയും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് എഴുതും. പ്രൊമോഷൻ കിട്ടിയ എന്ത് ചെയ്യും? ബോർഡ് ദൈവാത്മാവിനോട് വ്യക്തമായി സംസാരിക്കുന്നു. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ചില പ്രൊമോഷൻസ് ദൈവം കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. ആർക്ക് വേണ്ടിയെന്ന് എനിക്കറിയത്തില്ല. നിൻ്റെ കുടുംബത്തിൽ ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് മറുപടിയുണ്ട്. തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റി ദൈവം ഹല്ലേലൂയ ബോർഡ് മാറ്റി സഹായിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. പിന്നെ മാറുന്ന ബോർഡ് ഏതാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പുതിയ വീടൊക്കെ മേടിച്ച ഒരു ബോർഡ് കൊണ്ടുപോയി വയ്ക്കും. ഇന്ന് രാത്രി ഇന്ന് പകൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഈ 1-ാം ദിവസം തന്നെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്കും ഒരു ബോർഡ് വയ്ക്കാൻ 2013 ദൈവം സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യുക. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ചില കെട്ടുപണികൾക്കെതിരായി, ചില കൊടുക്കൽ വാങ്ങലുകൾക്കെതിരായി, ചില ഡോക്യുമെന്റ്സ് എഴുതുന്നതിനെതിരായി, ചില ആധാരങ്ങൾ എഴുതുന്നതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇത് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ഇന്ന് ഞാൻ ഇഞ്ഞങ്ങ് പറയാൻ പോയ ബോർഡ് മാറ്റൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കറിയാവുന്ന വിധത്തിൽ ഏതൊക്കെ ബോർഡ് മാറാനുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുമായിട്ട് ബന്ധത്തിൽ ഏതെങ്കിലും ബോർഡ് മാറണമെന്ന് താല്പര്യമുള്ള കരം ഉയർത്തിയാട്ടെ. പ്രാർത്ഥിച്ച സബ്ജക്റ്റ് ഒന്ന് വിടാൻ പോവുക. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ബിസിനസ്സിൻ്റെ ബോർഡെങ്കിൽ ആ ബോർഡ്, ക്വാളിഫിക്കേഷൻ്റെ ബോർഡെങ്കിൽ ആ ബോർഡ്, പ്രൊമോഷൻ്റെ ബോർഡെങ്കിൽ ആ ബോർഡ്, വീടിൻ്റെ ബോർഡെങ്കിൽ ആ ബോർഡ്, ഏത് ബോർഡായാലും ഇന്ന് പകല്
കരമുയർത്തിയിരിക്കുന്ന നിന്റെ മക്കളുടെ ആവശ്യം അനുസരിച്ച് വഴികൾ തുറക്കട്ടെ. 2013 4 മാസത്തിനകം ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം ശക്തിയോടെ നിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഏപ്രിൽ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തിൽ. എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഏപ്രിൽ മാസത്തിൻ്റെ പ്രത്യേകത, അന്നാണ് ഫൂൾസ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 1 ഫൂൾസ് ഡേയുടെ ദിവസമാണ്. ഞാനൊരു കാര്യം പറയാം, ഇന്ന് കർത്താവിന് വേണ്ടി ഒന്ന് ഫൂളാകാമോ? പ്രൈസ് ഗോഡ്. അന്ന് ഫൂളാകത്തില്ല. ഹല്ലേലൂയ. മാത്രമല്ല, ഏപ്രിലിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണ് ഏപ്രിൽ ഇയർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്തോത്രം, ഏപ്രിൽ 1 തൊട്ട് എൻ്റെ കണക്ക് പുസ്തകത്തിന് മാറ്റം വരുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് അത് വ്യക്തമായി സംസാരിക്കുന്നു. നിൻ്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഏപ്രിൽ മാസത്തിൽ മാറ്റം തരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകല് വ്യക്തമായി സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഏത് വിഷയമെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവശക്തി ശക്തിയോടെ വ്യാപരിക്കുന്ന ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിപകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടട്ടെ, ചില വഴികൾ തുറക്കട്ടെ, ചില വാതിലുകൾ തുറക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഏതായാലും ദൈവത്തിന് സ്തോത്രം. ഈ കരമുയർത്തിയവർക്ക് സാക്ഷി പറയത്തക്കവണ്ണം അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇനി യാക്കോബിൻ്റെ ദൈവം പ്രത്യാശയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അതിന് 12 റീസൺസ് ആണ് ഈ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്നത്. യാക്കോബിൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനായിട്ട് 12 റീസൺസ്. ഹല്ലേലൂയ. അത് ഒന്നൊന്നായി നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ റീസൺ 6-ാം വാക്യം. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. യാക്കോബിൻ്റെ ദൈവം ഞാൻ പ്രത്യേകം പറഞ്ഞ് ഒരു കാര്യം നിങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. യാക്കോബിന് ലഭിക്കുന്നത് സന്തോഷം, ഇസ്രായേലിന് ലഭിക്കുന്നത് ആനന്ദം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. വാക്യങ്ങളെടുക്കാൻ നേരമില്ല. സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായ വിഷയത്തിൽ ലഭിക്കുന്ന ഐശ്വര്യം, നമുക്ക് ലഭിക്കുന്ന മാറ്റം. പ്രൈസ് ഗോഡ്. ആനന്ദം എന്ന് പറയുന്നത് പ്രൈസ് ഗോഡ് ആത്മീയ വിഷയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് ഇത് രണ്ടും യാക്കോബിന് ലഭിച്ചെങ്കിൽ, ശരിയായി യാക്കോബിൻ്റെ ദൈവത്തെ സേവിക്കുന്ന ഒരുവന് ആത്മീയ വിഷയങ്ങളിലും വിടുതലുണ്ട്, ഭൗതിക വിഷയങ്ങളിലും വിടുതലുണ്ട്. പ്രൈസ് ഗോഡ്. ആ ഭൗതിക വിഷയത്തിൽ മാത്രമേ വിടുതലുള്ളെന്ന് പറഞ്ഞാൽ അത് പ്രോസ്പെരിറ്റി ഗോസ്പലാവും. ആത്മീയ വിഷയത്തിൽ മാത്രമേ വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അത് സന്യാസത്തിൻ്റെ ഒരു പരിപാടിയാവും. എന്നാൽ ദൈവവചനം വായിച്ചാൽ മനസ്സിലാകുന്നത് ഇവിടെയും അവിടെയും ഒരുപോലെ സുഖമെന്ന് പണ്ട് എഴുതുന്ന പോലെ അനുഗ്രഹം തരുന്നൊരു പരിപാടിയാണ് ദൈവവചനത്തിൻ്റെ പരിപാടി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ലോകത്ത് തന്നെ 100 മടങ്ങും, വരുവാനുള്ള ലോകത്തിൽ അനേക മടങ്ങ് അല്ലെങ്കിൽ നിത്യത ലഭിക്കാൻ സാധ്യതയുള്ളൊരു മാർഗത്തിലാണ് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ 12 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ നിങ്ങളെ ബാധിക്കുന്ന വിഷയം ഏറ്റെടുത്തോണം. നിങ്ങളുടെ വിഷയവുമായി ടച്ച് പോകുന്ന വിഷയം ഏറ്റെടുത്തോണം. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ വായിച്ചേ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അപ്പം ദൈവത്തിന്റെ സ്തോത്രം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. ആകാശം, ഭൂമിക്കാരെ, സമുദ്രം, ഇതിലുള്ള സകലതും ഉണ്ടാക്കി. ഈ ദൈവം എൻ്റെ പ്രത്യാശയാകാനുള്ളൊരു കാരണം ഇവൻ സകലത്തെ നിർമ്മിച്ച ദൈവമാണ്. പ്രൈസ് ഗോഡ്. എല്ലാം നിർമ്മിക്കാൻ കഴിവുള്ള സർവ്വസൃഷ്ടിതാവായിരിക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാട് കിട്ടിയവന് മാത്രമേ ദാവീദ് പറഞ്ഞ പോലെ പറയാൻ പറ്റൂ. സർവ്വ സൃഷ്ടിതാവായ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ആ ശക്തിയോടെ പറയണമെങ്കിൽ ദാവീദിന് കിട്ടിയ വെളിപ്പാട് കിട്ടണം. ദാവീദിന് കിട്ടിയ വെളിപ്പാട് 23-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യവും അവസാനത്തെ വാക്യവുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല.
ഈ സർവ്വസൃഷ്ടിതാവായ ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. എൻ്റെ ഒരാവശ്യം പോലും മുടങ്ങുന്ന പ്രശ്നമില്ല. ഇന്ന് പകൽക്കാലം സാമൻ ഹല്ലേലൂയ പച്ചയായ പുൽപ്പങ്ങൾ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തി അനുഗ്രഹിക്കാൻ കഴിവുള്ള, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ കഴിവുള്ള, ശത്രുക്കൾ കാണുക മേശയൊരുക്കാൻ കഴിവുള്ള, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കാൻ അനുവദിക്കുന്ന, നന്മയും കരുണയും എല്ലാ കാലത്തും നിന്നെ പിന്തുടരുവാൻ അനുവദിക്കുന്ന ഇതുപോലെ ഒരു ദൈവം, ദാവീദിൻ്റെ ദൈവം പോലെ ഇല്ലെന്ന വെളിപ്പാട് ഇന്ന് പകൽക്കാലം ഈ സർവ്വസൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാം. നിന്റെ ഇല്ലായ്മകളെ മാറ്റാൻ ഈ ദൈവം മതിയായവനാണ്. ദാരിദ്ര്യം മാറ്റാൻ മതിയായവനാണ്. കുറവുകൾ മാറ്റാൻ മതിയായവനാണ്. യഹോവ എൻ്റെ ഇടയനാകയാൽ എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. ഒന്നിനും ഈ 2013 വരുമ്പോൾ നമ്മൾ ഒരു ഒരുക്കത്തോടെ പ്രവേശിക്കണം, ധൈര്യത്തോടെ പ്രവേശിക്കണം. ഇനി മുട്ടുകൂടാതെ നടത്താൻ കഴിവുള്ള എൻ്റെ ദൈവമുണ്ട്. ആമേൻ. ചിലർ ചോദിക്കും, പുതിയ നിയമസഭയിൽ അങ്ങനെ ഒരു ഉപദേശം ഉണ്ടോ? പുതിയ നിയമസഭയിൽ അങ്ങനെ ഒരു ഉപദേശം ഉണ്ടോ? വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ, ദൈവത്തിന് സ്തോത്രം, 2-ാം അധ്യായം നാലാം അധ്യായം 34-ാം വാക്യം. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ഒത്തിരി കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാൻ പോവല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് ചിലർ പറയും എല്ലാം പൊതുവക എന്ന് എണ്ണി അതുകൊണ്ടാണ് മുട്ടില്ലാതിരുന്നത്. എല്ലാവരും വിറ്റ് കാൽക്കൽ കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ കയ്യിൽ വെച്ചു, എന്നിട്ട് എല്ലാവരും കൂടെ പങ്കിട്ടെടുത്തു, അതുകൊണ്ടാണ് മുട്ടില്ലാതിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പിന്നെ യെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ട് എങ്ങനെയാ? അവിടെ ദാരിദ്ര്യം വന്നെങ്ങനെയാ? അന്ത്യോക്യയിൽ നിന്ന് പിരിച്ച് അയക്കേണ്ടി വന്നെന്നാ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിറ്റതല്ലേ, കാൽക്കൽ വച്ചതല്ലേ? പ്രൈസ് ഗോഡ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. സഭയ്ക്ക് മുട്ട് വന്ന് തുടങ്ങിയത് അനന്യാസും സഫീറയും സഭയിൽ വന്ന ശേഷമാണ്, അല്ലേ? 5-ാം അധ്യായത്തിൽ ഒരു അനന്യാസും ഒരു സഫീറയും, 4-ാം അധ്യായത്തിൽ മുട്ടുള്ളവനുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ 5-ാം അധ്യായത്തിൽ ഒരു അനന്യാസും സഫീറയും വന്നു. കുഴപ്പമെന്നറിയാമോ? അവിടം തൊട്ട് പ്രശ്നം അങ്ങോട്ട് കയറി. സഭയിൽ ആദ്യത്തെ ശവമടക്ക് നടന്നു. ദൈവസഭയിൽ ആദ്യത്തെ ശവമടക്കായിരുന്നു അനന്യാസിൻ്റെ ശവമടക്ക്, സഫീറയുടെ ശവമടക്ക്. പക്ഷേ ഇതിൽ ചത്താലും സംഗതി കലക്കിച്ചോ പോയത്. എന്ത് ചെയ്യുന്നറിയാമോ? 6-ാം അധ്യായത്തിൽ വരുമ്പോൾ പിറുപിറുപ്പ് തുടങ്ങി. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കല്ലേറ്. 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ ചെതറിപ്പോയി. 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഈ മാർഗക്കാരായ വല്ലവരെയും പിടിച്ചു കെട്ടി ഏൽപ്പിക്കുന്ന സന്ദർഭം വന്നു. പ്രൈസ് ഗോഡ്. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഗ്രഹിക്കേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ഇന്നും 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിൽ വിശ്വാസികൾക്ക് ജീവിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. മുട്ടുള്ളവനാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം പറയുന്നത് വിറ്റ് എല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇന്ന് ആരും വിൽക്കാനും തയ്യാറല്ല, കൊടുക്കാനും തയ്യാറല്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷേ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ജീവനുള്ള ഒരു സഭയിൽ നീയും ഞാനും സജീവമായ അംഗങ്ങളാണെങ്കിൽ മുട്ടുണ്ടാകുമോ? പറ. എന്തെങ്കിലും കാര്യത്തിന് കുറവുണ്ടാകുമോ? വരികയല്ല. നീ അനന്യാസും സഫീറയും ആകരുത്. നീ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നൊരു സഭ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വിശ്വാസിയായി നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ഒരു കാര്യത്തിനും മുട്ടുവരത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ നടത്തുന്ന ദൈവമുണ്ടെന്ന് നീ പാടിയാൽ അതുപോലെ നടത്തുന്ന ഒരു അനുഭവം നിനക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായി പറയാം. ശരിയായ കൂട്ടായ്മയും ശരിയായ ആരാധനയും ഒന്നിച്ചു പോകണം. ശരിയായ കൂട്ടായ്മയും
ശരിയായ ആരാധനയെ ഒന്നിച്ചു പോകണം. എന്നിട്ട് അതിൽ നിന്നൊരു റിലേഷൻ ഉണ്ടായാൽ ആ റിലേഷൻ മതി ഈ ലോകത്തിൽ എൻ്റെ എന്തിൻ്റെയും സകല കാര്യങ്ങളും പരിഹരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ തിങ്കളാഴ്ച തൊട്ട് പ്രാക്ടീസ് ചെയ്യാനല്ല പറയുന്നത്. പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാൻ പ്രൈസ് ഗോഡ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയുമല്ല, പക്ഷേ വചനപ്രകാരം പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിവിടെ സഭ ഒരു കമ്മ്യൂണിറ്റി എന്നൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു വിശ്വാസിക്ക് 1,00,000 രൂപയുടെ ആവശ്യം വന്നാൽ, ഇന്ന് നാളെ 1,00,000 രൂപയുടെ ആവശ്യം വന്നാൽ, ആ വിശ്വാസി മറ്റുള്ളവരുമായിട്ട് മര്യാദയ്ക്കുള്ളൊരു റിലേഷൻ, ശരിയായൊരു ആഴത്തിലുള്ള സ്നേഹം, നല്ല ഒരു ബന്ധം ഉണ്ടെന്ന് വരികിൽ ഇവിടെയുള്ള 100 കുടുംബങ്ങൾ ഗാന്ധിത്തലയുള്ള 1000-ൻ്റെ നോട്ട് ഓരോന്ന് കൊണ്ടുവന്ന് ഇവിടെ തന്നാൽ മതി, ഞാൻ 1,00,000 തിരിച്ചു തരാം. എന്താ ഇവിടുത്തെ 100 കുടുംബം ഇല്ല ഇവിടെ 1000 കൊടുക്കാൻ പറ്റിയത്? ഒരാവശ്യം വന്നാൽ 1000 കൊടുക്കാൻ പറ്റിയുള്ള വ്യക്തികളൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നോക്ക് എത്ര ലക്ഷം ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവും. നിനക്ക് ആവശ്യം വന്നാൽ വഴി തുറക്കണ്ട, തുറന്നിരിക്കുക. നിനക്ക് ആവശ്യം വന്നാൽ അവിടെ ഇവിടെയും പോയി തെണ്ടി അവൻ നിൻ്റെ കാര്യം നടത്തണ്ട. നിൻ്റെ വീട്ടിൽ വന്ന് നടത്താൻ ഇവിടെ ആളുണ്ട്. ആസ്പത്രിയിലായാൽ വരാൻ ആളുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയാൽ വരാൻ ആളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ വരാൻ ആളുണ്ട്. ആമൻ. ഇവിടെ കേരളത്തിന് പുറത്തു വച്ചായാലും എന്തെങ്കിലും ഒരു പരിഹാരം ഫേസ് സിറ്റിയിലെ വിശ്വാസിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് തത്തരപടി കൈകൊട്ടിപ്പാടി തത്തരവിത്തര പറയാവുന്ന ഒരു കോൺഗ്രിഗേഷനല്ല. നമുക്ക് വേണ്ടത് ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു സഭയാണ് വേണ്ടത്. അത് ആഗ്രഹിക്കുന്ന കാര്യം വരുത്തി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സഭയിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേലയിറക്കാത്തൊരു വിശ്വാസിയായിട്ട്, നന്ദിയുള്ളൊരു വിശ്വാസിയായിട്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നൊരു വിശ്വാസിയായിട്ട്, കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല അല്ലാത്തപ്പോഴും ഒരു സ്നേഹത്തോടെ പെരുമാറുന്നൊരു വിശ്വാസിയായിട്ട് നിനക്കും എനിക്കും ജീവിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം ഉറക്കു പറയാം, ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നടത്തുന്നത് അങ്ങനെയാണ്. നൂലെ കെട്ടി തരികയല്ല. നിന്റെ സകല ആവശ്യങ്ങൾക്ക് മതിയായ ഒരു സഭ ഇന്ന് പകൽക്കാലം കണ്ടെത്തിയാൽ നിന്റെ വിഷയത്തിന് പരിഹാരമായി. പ്രൈസ് ഗോഡ്. ആ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ നന്മ വരുന്ന എങ്ങനെയാണെന്നറിയാമോ? അതുകൂടെ ഞാൻ പറയാം. പ്രൈസ്. ഈ 1000-ൻ്റെ നോട്ട് തരാൻ ഇത്രയും പേര് തയ്യാറായപ്പോൾ അത് മേടിച്ച് വേറൊരു ഭാഗത്തേക്ക് അത് കൊടുക്കുമ്പോൾ അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സഭയെക്കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ്റെ സഭ ശരീരമാകുന്ന സഭ. ദൈവത്തിന് സ്തോത്രം. ശരീരമാകുന്ന സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അങ്ങനെയാണെങ്കിൽ ഒരു ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നുവോ അതുപോലെ സഭ വർക്ക് ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആപ്പിളും മുന്തിരിയും ഓറഞ്ചും, ദൈവത്തിന് സ്തോത്രം, മട്ടനും ചിക്കനും ബീഫും, പ്രൈസ് ഗോഡ്, ഗോതമ്പും അരിയും, ഹല്ലേലൂയ, ഇതെല്ലാം കൂടെ ബിസ്ക്കറ്റും കേക്കും എല്ലാം കൂടെ എങ്ങോട്ടാണ് ഇടുന്നതെന്നറിയാമോ? വായിലോട്ടാണ് ഇടുന്നത്. പ്രൈസ് ഗോഡ്. അത് പോകുന്നത് വയറ്റിലോട്ടാണ്. പക്ഷെ അത് അവിടെ കിടന്ന് വായും വയറും കൂടെ തിന്നു തീർക്കുകയല്ല. അതിൽ നിന്ന് എടുക്കുന്ന സത്തുക്കൾ നിന്റെ കയ്യിലേക്ക് വരും, നിന്റെ തലയിലേക്ക് വരും, നിന്റെ കാലിലേക്ക് വരും, നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും വരും. അതുപോലെ ഈ സഭയിൽ ഒരുത്തിന് നന്മയുണ്ടായാൽ, ഒരു അവയവത്തിന് നന്മയുണ്ടായാൽ, ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രാപിക്കാൻ ഇടയായാൽ അത് നിന്റെ നന്മയാക്കി മാറ്റുന്നൊരു പ്രമാണമാണ് ദൈവസഭയുടെ പ്രമാണം. സഭയിലെ സ്വാർത്ഥന്മാര് പോകണം, അന്യാരാധനക്കാര് പോകണം, അല്ലെങ്കിൽ അനന്യാസമാര് പോകണം, സഫീറമാര് പോകണം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരപ്പത്തിന്റെ അംശികളായ ഒരു പാനപാത്രത്തിന് കുടിക്കുന്ന ഒരു കൂട്ടമായി സഭ മാറണം. മനസ്സിലായോ? അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്ക് വേണ്ടത് കിട്ടിയ കഴിഞ്ഞാലും ഞാൻ പിന്നെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ സ്വഭാവം മാറത്തില്ല. കാരണം എനിക്കുള്ളത് മുഴുവൻ ഇനിയും എന്നിൽ കൂടെ മറ്റുള്ളവർക്കും കൂടെ ഒഴുകാനുള്ളതാണ്.
എനിക്ക് വരുന്ന നന്മകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകാനുള്ളവനാണ്. ആ നന്മ എന്ന് പറയുമ്പോൾ കാശ് മാത്രമാണെന്ന് കണക്കാക്കല്ലേ. നിൻ്റെ സമയം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ വാഹനങ്ങൾ, നിൻ്റെ വീട്ടിൻ്റെ കിടപ്പുമുറികൾ, നിൻ്റെ ഭക്ഷണശാലയിൽ പാകം ചെയ്യുന്ന ആഹാരം, നിൻ്റെ പേഴ്സിൽ കിടക്കുന്ന പണം, ഇതെല്ലാം ആവശ്യം വന്നാൽ ഒരു കൂട്ടു സഹോദരന് വേണ്ടി ഒഴുക്കി കൊടുക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വേണ്ടി വന്നാൽ നിന്റെ സമയം, വേണ്ടി വന്നാൽ നിന്റെ ആരോഗ്യം, വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം, വേണ്ടി വന്നാൽ നിന്റെ പേഴ്സിനകത്തിരിക്കുന്ന പണം, വേണ്ടി വന്നാൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ആവശ്യം വന്നാൽ ഒരു കൂട്ടുവിശ്വാസിക്ക് വേണ്ടി, ഒന്നിച്ചാരാധിക്കുന്ന ഒരു വിശ്വാസിക്ക് വേണ്ടി ഒഴുക്കി കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ മനസ്സുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടോ. ഇത്രയും പേരുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് ആർക്കാ പിന്നെ മുട്ടുവരുന്നേ? വെറുതെ കൈ പൊക്കിയ പാർട്ടികളെ കൊണ്ട് പ്രയോജനമില്ല. തിങ്കളാഴ്ച കണ്ടാൽ പറയാം, അത് ഞാൻ ചുമ്മാ അന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ പൊക്കിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ടാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചത് മേടിക്കാനും നടന്നേക്കല്ലേ. നാളെ ലീവ് എടുത്ത് മേടിക്കാൻ പോയേക്കല്ലേ. ക്യാഷ് ലീവ് എടുത്തിട്ട് നാളെ ഞാൻ ക്യാഷ് ലീവാണ്. കാരണം എന്നാ, ഇന്നലത്തെ പ്രസംഗം അനുസരിച്ച് എൻ്റെ കാര്യമൊക്കെ ശരിയാകാനുള്ളൊരു മാർഗം അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സത്യം പറയാം, ദൈവത്തിൽ ശരിയായിട്ട് ആശ്രയിക്കുന്നവൻ മറ്റൊരുത്തിന് മുമ്പ് കൈ നീട്ടേണ്ടി വരുമോ? നീട്ടേണ്ടി വരും. എങ്ങനെയെന്നറിയാമോ? കമത്തി മലത്തി നീട്ടേണ്ടി വരത്തില്ല. അനുഭവമുള്ളൊരു കരമെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഈ ദൈവം വിശ്വസ്തനാ, ഈ ദൈവം ശക്തനാ, ഈ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഒരു കണ്ണിനും അലിവ് തോന്നാതിരുന്ന സ്ഥാനത്ത്, ഒരു വഴിയും തുറന്നിരിക്കാത്ത സ്ഥാനത്ത്, എല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് എൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ട് എന്നെ ജയോത്സവമായി എൻ്റെ ദൈവം നടത്തിയത് ഓർമ്മ എത്ര പേർക്കുണ്ട്? ആ ദൈവം നിന്നെ ജീവപര്യന്തം വഴി നടത്തും, ജീവപര്യന്തം വഴി നടത്തും, ഒന്നിനും മുട്ടില്ലാതെ വഴി നടത്തും. ഇതിന് വലിയ തിയോളജി ഒന്നും പഠിക്കണ്ട, ഇതിന് വലിയ തിയോളജി ഒന്നും അറിയണ്ട. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ മേളിൽ നമ്മൾ വായിക്കുമ്പോൾ പിന്നെയും നമ്മൾ കാണുന്നുണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കാം. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. കാരണം എന്നറിയാമോ? യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയവൻ പറയും, ഞാൻ ജീവനുള്ളിടത്തോളം കാലം ഈ ദൈവത്തെ ആരാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്ര പേർ പറയാൻ സാധിക്കും, ഞാൻ ഈ ദൈവത്തെ വിട്ട് ഒരു സ്ഥലത്തും പോകത്തില്ല, ഒരു സ്ഥലത്തും പോകത്തില്ല, എന്ത് പ്രശ്നം വന്നാലും പോകത്തില്ല, എനിക്ക് എൻ്റെ ദൈവം മതി, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങേ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനേശുവിനാ, ലോകരക്ഷകനേശുവിനാ, ഏകരക്ഷകനേശുവിനാ, ലോകരക്ഷകനേശുവിനാ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാം, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാം, എന്നെ നൽകുന്നു പൂർണ്ണമായി മോഹം
എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടെ ഞാൻ പൂർണ്ണമായി. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേടും സ്നേഹത്തേക്കാ ലോകം നൽകിടും സ്നേഹത്തേക്കാ അമ്മയേടും സ്നേഹത്തേക്കാ ലോകം നൽകിടും സ്നേഹത്തേക്കാ. നിന്നെ വിട്ട് ഞങ്ങളെ ഒരു സ്ഥലത്തും പോകത്തില്ല. കാരണം നിന്റെ പക്കൽ എന്നും സന്തോഷവും പരിപൂർണതയുമുണ്ട്. എന്നും പ്രമോദങ്ങളുണ്ട്, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പ്രത്യാശ. ആ പ്രത്യാശ വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അത് പ്രസംഗത്തിൽ നിന്നല്ല. പ്രസംഗത്തിൽ നിന്ന് വരുന്നത് വിശ്വാസമാണ്. പ്രസംഗത്തിൽ നിന്ന് വരുന്നത് വിശ്വാസമാണ്. അത് പ്രാർത്ഥനയിൽ നിന്നല്ല. പ്രാർത്ഥന കൊണ്ട് വരുന്നത് ഉറപ്പാണ്, അല്ലെങ്കിൽ മറുപടിയാണ്. അത് ഉപവാസത്തിൽ നിന്നുകൊണ്ടല്ല. ഉപവാസം കൊണ്ട് വരുന്നത് ശക്തിയാണ്. പിന്നെ പ്രത്യാശ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രത്യാശ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ. ദൈവവചനം വിശ്വസിച്ചാൽ അതിൽ കൂടെ വരുന്ന പ്രത്യാശയ്ക്ക് ഉറപ്പുണ്ട്. ഇന്ന് പകൽ എൻ്റെ പ്രത്യാശ ദൈവവചനത്തിൽ കൂടെ കിട്ടിയതാണെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഒരുപക്ഷെ ഇവിടുത്തെ ഒരു പ്രസംഗമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ നീ രാവിലെ വായിച്ച സങ്കീർത്തന ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ടി വിയിൽ കൂടെ കേട്ട ഒരു ദൂതായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും നിനക്ക് എഴുതി അയച്ച ഒരു എഴുത്തിൽ കൂടെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ നിന്നെ വായിച്ച ഒരു മാസികയിൽ ഒരു വരി ആയിരിക്കാം. അത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആ വചനം വായിച്ചപ്പോൾ നിന്റെ ഉള്ളത്തിലൊരു പ്രത്യാശ വന്നെങ്കിൽ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമാക്കി ദൈവം നിന്നോട് സംസാരിച്ചത് അതുപോലെ അതുപോലെ അതുപോലെ. പ്രൈസ് ഗോഡ്. അപ്പം ചോദിക്കും, ദൈവത്തിന് സ്തോത്രം, ദൈവം സംസാരിച്ചോന്ന് എങ്ങനെ അറിയും? ദൈവം സംസാരിച്ചോന്ന് അറിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പം നമ്മുടെ അന്തരാത്മാവ് അങ്ങ് ഉണരും. പ്രൈസ് ഗോഡ്. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോയിരുന്ന വചനം നമ്മുടെ താഴോട്ടങ്ങോട്ട് ഇറങ്ങിയിട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് ഇടിച്ചു വീഴും. എന്നിട്ട് അകത്തെ മനുഷ്യൻ അങ്ങോട്ട് ഞെട്ടി എഴുന്നേൽക്കും, അന്തരാത്മാവ് ഉണരും. ദൈവവചനം കേട്ടപ്പോൾ അന്തരാത്മാവിൽ ചലനം വന്നിട്ടുള്ളവർക്ക് വിശ്വസിക്കാം, എന്നോട് ദൈവം സംസാരിച്ചു, എന്നോട് ദൈവം സംസാരിച്ചു, എന്നോട് യേശു സംസാരിച്ചു. ഇന്ന് പകൽക്കാലം അന്തരാത്മാവിൽ അകത്തെ മനുഷ്യനെ ഉണർത്തത്തക്കവണ്ണം ദൈവവചനം എന്നെ തൊട്ടിട്ടുണ്ട് ന്ന് ഉറപ്പുള്ളവർക്ക് വിശ്വസിക്കാം. ആ വചനം അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ നിറവേറും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്ന ശേഷം ചില ദൈവവചനം എന്നെ തട്ടി ഉണർത്തിയെന്ന അനുഭവമുള്ളവർക്ക് സ്തോത്രം പറയാം. കൃത്യമായിരിക്കണേ, കറക്റ്റായിരിക്കണേ. വെറുതെ കൈ കിട്ടത്തില്ല, കറക്റ്റായിരിക്കണം. ഇത് കറക്റ്റാണെങ്കിൽ മറ്റതും കറക്റ്റാ. In the name of Lord Jesus, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജനത്തെ തൊട്ട വചനം നിന്റെ ജനത്തെ തൊട്ട വചനം അതിന്റെ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. യഹോവയുടെ വചനം അതിവേഗം ഓടുന്നു. യഹോവയുടെ വചനം പാറയെ തകർക്കുന്നു. യഹോവയുടെ വചനം വനത്തിലെ തോൽ ഉരിക്കുന്നു. യഹോവയുടെ വചനം കാദേശിനെ നടുക്കുന്നു. യഹോവയുടെ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിന്റെ ജനം അനുഭവിക്കട്ടെ. ആമേൻ. വിശ്വസ്തത. ഞാൻ ഈ വിശ്വസ്തത എന്തുവാന്ന് ചോദിച്ചപ്പം ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. എന്താണ് വിശ്വസ്തത? പ്രൈസ് ഗോഡ്. അത് തിരുവചനത്തിലുള്ള വിശ്വാസത്തോടു കൂടി വരുന്ന ആക്ഷൻ. ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്ഫുൾനെസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ വെള്ളമില്ലാത്തൊരു ദേശത്തുകൂടെ, മരുഭൂമി പോലെയുള്ളൊരു ദേശത്തുകൂടെ യാത്ര ചെയ്യുകയാണ്. തൻ്റെ കയ്യിലുള്ള ഹല്ലേലൂയ ക്യാൻ മുഴുവൻ തീർന്നുപോയി. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇലയൊക്കെ പിഴിഞ്ഞ് കുടിക്കുമെന്ന്. അദ്ദേഹത്തിന് അതും അറിയത്തില്ല. ഏതെല്ലാം കുടിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ല.
ദാഹിച്ച് വരണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൂരെ ഒരു കാര്യം താൻ കണ്ടു, ഒരു കുഴൽക്കിണർ കണ്ടിട്ടുണ്ടോ? ഒരു പൈപ്പ് മുകളിലോട്ട് നിൽക്കും, അതിൽ നിന്നൊരു ലിവർ നിൽക്കും, ഇതിങ്ങനെ ചാമ്പിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നൊരു സോഴ്സുള്ള സ്ഥലമാണ് കുഴൽക്കിണർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഇയാൾ അവിടെ ചെന്ന് നോക്കിയിട്ട് ആ പ്രദേശത്തൂടെ അടുത്ത കാലത്തും ഒരു മനുഷ്യനും പോയിട്ടില്ല, ആരും അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുമില്ല, ഉണങ്ങി വരണ്ട് കിടക്കുക. പക്ഷേ ആ കുഴൽക്കിണറയിൽ ഒരു അടച്ചു പൂട്ടിയ ഒരു കുപ്പി തൂക്കിയിട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അദ്ദേഹം എടുത്ത് നോക്കിയപ്പോൾ ആ കുപ്പി നിറച്ച് വെള്ളമാണ്, തെളിഞ്ഞ വെള്ളം. ഇത് കുടിക്കാൻ പോകുന്നതിന് മുമ്പ് ആ കുപ്പിയുടെ സൈഡിൽ എഴുതി വച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹം വായിച്ചു. അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ വെള്ളം കുടിക്കരുത്, ഈ വെള്ളം നിങ്ങൾ ഈ കുഴൽക്കിണറിൻ്റെ അകത്തേക്ക് ഒഴിക്കണം, പൈപ്പിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. എന്നാൽ പ്രൈമിങ് നടക്കും, താഴെ കിടക്കുന്ന വെള്ളം നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ഗോഡ്. ഈ മക്കളെ, ഇദ്ദേഹം ഇത് വായിച്ചത് ശ്രദ്ധിക്കാതെ അതവിടെ കിടക്കുമെന്ന് വിചാരിച്ച് തൽക്കാലം എൻ്റെ ദാഹം മാറട്ടെ എന്ന് വിചാരിച്ചാൽ ആ ഒരു കുപ്പി വെള്ളമല്ലാതെ കിട്ടുകയില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ദാഹിക്കുകയും ചെയ്യും, ചത്തുപോവുകയും ചെയ്യും. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ മനുഷ്യൻ ആ വെള്ളം പൈപ്പിൻ്റെ കുഴലിലേക്ക് ഒഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ചാമ്പാൻ തുടങ്ങി. എങ്ങനെ ചാമ്പാൻ തുടങ്ങി? വിശ്വാസത്താൽ. എന്തിനുള്ള വിശ്വാസം എന്നറിയാമോ? ആ എഴുതി വച്ചേക്കുന്നതിലുള്ള വിശ്വാസം. ഈ ഒരു കുപ്പി വെള്ളം നീ അങ്ങ് ഒഴിച്ച് കളഞ്ഞാൽ ഇത് നഷ്ടമല്ല, നിനക്ക് വേണ്ടി ഉറവ തുറക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ചിലത് ഒഴിച്ചു കളയാം, ചിലത് ഒഴിച്ചു കളയാം, ചിലത് ഒഴിച്ചു കളയാം. നിനക്ക് വേണ്ടി ആമേൻ ഉറവ തുറക്കുന്ന ദൈവമുണ്ട്. God is going to generate, open. ഇന്ന് പകൽക്കാലം ചില വഴികൾ തുറക്കട്ടെ കർത്താവേ, ചില വാതിലുകൾ തുറക്കട്ടെ ദൈവമേ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം ചാമ്പിയ വെള്ളം വരും. ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ പരിചയമുള്ളവരുണ്ട്. പ്രൈസ് കൊടുത്ത് സുരേഷ് എത്ര പ്രാവശ്യം ചാമ്പണം അവിടെ? 10-25 പ്രാവശ്യം കേട്ടോ. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല. ക്ഷീണിക്കല്ലേ, 1, 2, 3 എണ്ണി അങ്ങ് തട്ടിക്കോ. ഒരു ഗുണമുണ്ട്. ആ കറക്റ്റ് ആ ലെവൽ അങ്ങോട്ട് എത്തുമ്പോൾ ചിങ്ങന്ന് ഇങ്ങോട്ട് വെള്ളം വരും. അതുപോലെ ചില അത്ഭുതങ്ങൾ നിന്റെ കാണാൻ തക്കവണ്ണം. ഇപ്പോഴത്തെ വരൾച്ച നോക്കല്ലേ, കഷ്ടപ്പാട് നോക്കല്ലേ, ചില വിഷയങ്ങളിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നത് നോക്കല്ലേ. വിശ്വാസത്താൽ 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 ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശ്വാസം ഇന്ന് ഏറ്റെടുക്കുക. അടുത്ത ഞായറാഴ്ച സാക്ഷി പറയത്തക്കവണ്ണം ചില ഉറവകൾ തുറക്കണം. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭത്തിലൊന്നാണ് ഈ ഞായറാഴ്ചത്തെ ആരാധന. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മനസ്സിലാക്കി തരാം. എന്ത് വിഷയമായിട്ട് വന്നാലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അടുത്ത ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് വരുന്നതിന് മുൻപ് എനിക്കൊരു ഉറവ തുറക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്ന വിശ്വാസത്താൽ ഇവിടെ ഇരുന്നങ്ങ് ചാമ്പാൻ തുടങ്ങണം. നിർത്തരുത് ഉറവ തുറക്കുന്നത് വരെ. ഇവിടം തൊട്ട് ആരാധന തുടങ്ങണം, ഇവിടം തൊട്ട് പ്രാർത്ഥന തുടങ്ങണം, ഇവിടം തൊട്ട് ഉപവാസം തുടങ്ങണം, ഇവിടം തൊട്ട് വായന തുടങ്ങണം, ഇവിടം തൊട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവേദനേ, നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ഒരു ആവശ്യം ആരോടും പറയാറില്ല, ഒരു മനുഷ്യനും പറയാറില്ല. പറയുന്നൊരു സ്ഥലമുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒരു 30% എന്നോട് തന്നെ. ഇന്ന് വരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല, ഇന്ന് വരെ തോൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 30% എന്നോട് പ്രസംഗിച്ചിട്ട് 70 നിങ്ങളോടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിനക്കുള്ളത് പറക്കിയെടുക്കാൻ, നിനക്കുള്ളത് ഏറ്റെടുക്കാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സാധിച്ചാൽ നീ കോരി കുടിക്കും. ജീവത്തിൻ്റെ ഉറവയിൽ നിന്ന് കോരി കുടിക്കത്തക്കവണ്ണം നിന്നെയും എന്നെയും അധികാരപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഇതാണ് പ്രത്യാശ കേട്ടോ. ചുറ്റും വരണ്ട് കിടക്കുമ്പോൾ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതിരിക്കുമ്പോൾ, ചിലപ്പം വെള്ളം മുട്ടി വെള്ളം കിട്ടാതെ ചത്ത് വീണൊരു അസ്ഥി അപ്പുറത്ത് കിടപ്പുണ്ടാകും. പക്ഷെ അത് നിൻ്റെ വിഷയമല്ല കേട്ടോ. അവനൊക്കെ പരിപാടി എന്താണെന്ന് എനിക്കറിയത്തില്ല, അവൻ്റെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല, അനന്യാസാണോ സഫീറ ആയിരുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നീ ആരാണെന്ന് നിനക്കറിയാമോ?
ഇന്ന് പകൽക്കാലം നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അറിയാമോ? നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ മകനാണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ മകളാണെന്നറിയാമോ? നിന്നെ 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 സഹായിക്കാതിരിപ്പാൻ യാക്കോബിൻ്റെ ദൈവത്തിന് പറ്റത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. ആ എന്നേക്കുമെന്ന് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ശക്തമായിട്ട് ഇപ്പോൾ പ്രസംഗിക്കത്തില്ല. ഇത് യാക്കോബിൻ്റെ കാലത്ത് നടന്നതാണ്. എത്ര വർഷമായി കാണും? 4000, അറൗണ്ട് 4000 ഇയേഴ്സ്. അപ്പം 4000 ഇയേഴ്സിന് മുമ്പ് ദൈവം യാക്കോബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വിശ്വസ്തത കാക്കുന്നു എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷിക്കാൻ വകയൊന്നുമില്ല. പക്ഷെ അതിനകത്തൊരു വാക്ക് ചേർത്തുണ്ട്, എന്നേക്കും. എന്നേക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ട്രൂത്ത് ഫോർ എവർ വിച്ച് കീപ്പത്ത് ട്രൂത്ത് ഫോർ എവർ, ഫോർ എവർ. എന്നേക്കും സത്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന, വിശ്വസ്തത കാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ പക്ഷത്താണ്. ഇന്ന് രാത്രി ദൈവം നിന്റെ പക്ഷത്താണ്. ദൈവം നിന്റെ പക്ഷത്താണ്. ദൈവം നിന്റെ പക്ഷത്താണ്. ദൈവം മറ്റാരുടെയും പക്ഷത്തല്ല. ദൈവം നിന്റെ പക്ഷത്തുണ്ട്. യാക്കോബിന്റെ ദൈവം സഹായമായി ഉണ്ടെങ്കിൽ ആ ദൈവത്തിലുള്ള പ്രത്യാശ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താതിരിക്കത്തില്ല. ആമേൻ. ഈ ദൈവം പക്ഷത്തുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയും? അവിടെയാണ് ഈ ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആകുന്നതും ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കാൻ വരുന്നത്. ഞാനിത് പറയുമ്പോഴാണ് ചിലർ വഴക്കുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും വരുന്നത്. ദൈവം എനിക്ക് അനുകൂലമാണെന്ന്, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിരിച്ചറിയാൻ ഒരു പ്രശ്നവുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിനെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഞാൻ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കും മിസ്രൈമ്യർക്കും തമ്മിൽ ഞാൻ വ്യത്യാസം വയ്ക്കും. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവ് പറഞ്ഞു വച്ചിരിക്കുകയാണ്, ദൈവത്തെ സേവിക്കുന്ന നിനക്കും മറ്റുള്ളവർക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇന്ന് പകൽക്കാലം നിനക്ക് വ്യത്യസ്തനാണെന്ന്, നീ വ്യത്യസ്തനാണെന്ന്, നീ ചെയ്യുന്നത് വ്യത്യസ്തമാണെന്ന്, നീ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമാണെന്ന്, നീ ചെയ്യുന്നത് മുഴുവൻ വ്യത്യസ്തമാണെന്ന് ദൈവം തെളിയിച്ച് കാണിക്കും. പ്രൈസ് ഗോഡ്. എങ്ങനെയാണെന്നറിയാമോ? 1-2 ഉദാഹരണങ്ങൾ അതിനു വേണ്ടി ഡെമോൺസ്ട്രേഷൻ ദൈവം നടത്തിയിട്ടുണ്ട്. അത് നടത്തിയത് മോശയുടെ കാലത്താണ്. മോശയുടെ കാലത്ത് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിനക്കും മിസ്രൈമ്യർക്കും തമ്മിൽ, ഇസ്രായേൽ മക്കൾക്കും മിസ്രൈം മക്കൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഹല്ലേലൂയ. എങ്ങനെ വ്യത്യാസം? ആദ്യത്തെ വ്യത്യാസം എന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. മോശ നിന്നുകൊണ്ട് വടിയെടുത്ത് നൈൽ നദിയെ അടിച്ചു. ആമേൻ, ഹല്ലേലൂയ. നൈൽ നദിയിലെ വെള്ളം മുഴുവൻ രക്തമായി തീർന്നില്ല. ആരെങ്കിലും വീട്ടിൽ കോരി വെച്ചിട്ടുണ്ടെങ്കിലും, ബക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിലും, കലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ രക്തമായി തീർന്നു. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾക്ക് അവർ പാർക്കുന്ന സ്ഥലത്ത് ഒരു പാത്രത്തിലെ വെള്ളം പോലും കളറ് മാറിയില്ല. പ്രൈസ് ഗോഡ്. രണ്ടാമത് നമ്മൾ വായിക്കുന്നു, മോശേ നീ വടിയെടുത്ത് അങ്ങോട്ട് നീട്ട്, ദേശത്തൊക്കെ സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകത്തക്കവണ്ണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്ര പിച്ച് ഡാർക്ക്നെസ്, അങ്ങനത്തെ ഇരുട്ടുണ്ടാകത്തക്കവണ്ണം കൈ നീട്ടാൻ പറഞ്ഞു. ദേശം മുഴുവൻ ഇരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് മിസ്രൈമിൽ ഒരുത്തനും എഴുന്നേറ്റില്ല, അവനവൻ്റെ സ്ഥാനം വിട്ട് എഴുന്നേറ്റില്ല എന്ന് വായിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം അങ്ങനത്തെ ഇരുട്ട് വന്ന സ്ഥാനത്ത് എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്തോ അവർക്ക് വെളിച്ചമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മൾ വായിക്കുന്നു, കൽമഴ പെയ്തു. ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ദേശമായിരിക്കുന്ന ഗോശൻ ദേശത്ത് കൽമഴ പെയ്തില്ല. ദൈവമേ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, 2-3 പേരുടെ സാക്ഷി കൊണ്ട് ഒരു കാര്യം ഉറപ്പാകും. 1 സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, 3 സ്ഥലത്തല്ല, 10 സ്ഥലത്ത് വീണ്ടും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനുള്ള വ്യത്യാസം നിന്റെ ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തെ സേവിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തെ സേവിക്കുന്നവളാണെങ്കിൽ, മറ്റുള്ളവരും നിനക്കും തമ്മിൽ എല്ലാ വിഷയത്തിലും ദൈവം വ്യത്യാസം വയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കാൻ സാധിക്കുന്നു. എനിക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം.
ഒടുക്കം നമ്മൾ വായിക്കുന്നു, അർദ്ധരാത്രി സംഹാരദൂതൻ മിസ്രൈമിലെ തെരുവീഥികളിൽ കൂടെ കടന്നു പോകും. അന്നേരം പ്രൈസ് ഗോഡ് കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ചിട്ടുള്ള പൂശിയിട്ടുള്ള വീടുകൾ കാണുമ്പോൾ യഹോവ ഒഴിഞ്ഞു പോകും. സംഹാരദൂതൻ കയറുവാൻ സമ്മതിക്കുകയുമില്ല. അന്ന് രാത്രി വ്യത്യാസം എവിടെ കണ്ടെന്നറിയാമോ? അവൻ ചോരത്തളി ആചരിച്ച, പെസഹ ആചരിച്ച ഇസ്രായേൽ മക്കളുടെ ഒരൊറ്റൊരുത്തന്റെ വീട്ടിൽ പോലും ഒരു സംഹാരദൂതൻ കയറിയില്ല. എന്നാൽ മിസ്രൈമിലുള്ള സകല വീടുകളിലും അയ്യം വിളിയും ആർപ്പ് വിളിയും തന്റെ ഏകജാതനെ കുറിച്ചുള്ള വിലാപവും വന്നപ്പോൾ മിസ്രൈമിലെ അവൻ താമസിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് വ്യത്യാസം വെച്ചു. ഇന്ന് പകൽക്കാലം നിനക്ക് വ്യത്യാസം വെക്കുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ കടയ്ക്ക് വ്യത്യാസം വരും, നിന്റെ ജോലിക്ക് വ്യത്യാസം വരും, നിന്റെ വീടിന് വ്യത്യാസം വരും, നിന്റെ കൃഷിക്ക് വ്യത്യാസം വരും. അമ്പരമൗഢ ദൈവം എനിക്ക് വേണ്ടി വ്യത്യാസം വച്ചിട്ടുണ്ടെന്ന് അനുഭവിച്ചിരിക്കുന്നവരെ കരമേടിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി, നിന്റെ ഇടപാടുകൾക്ക് വേണ്ടി എൻ്റെ ദൈവം വ്യത്യാസം വച്ചിട്ടുണ്ടെന്ന്. ആമേൻ. തിരിച്ചും അനുഭവങ്ങളുണ്ട് കേട്ടോ, തിരിച്ചും അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരു അനുഭവം പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ കോതമംഗലത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സഹോദരൻ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ല. ഞാൻ ചോദിച്ചു എന്നാ വരാഞ്ഞെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. പുള്ളി പറഞ്ഞു അന്ന് വ്യതയായിരുന്നു എന്ന് പറഞ്ഞു. വ്യത കുറച്ച് പാടമുണ്ട് പുള്ളിക്ക്, വ്യതയാ. അന്ന് വിതച്ചാൽ നിങ്ങൾ ഞായറാഴ്ച അല്ലാത്തത് വേറെ ദിവസം വിതയ്ക്കാൻ മേലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞെന്നു അറിയാമോ, എല്ലാവരും ഒന്നിച്ചാണ് വിതയ്ക്കുന്നത്. അവിടെ ഈ കരപ്പാടം വെള്ളം കയറ്റി കഴിഞ്ഞാൽ ഭൂത്താൻ കെട്ടി വരുന്ന വെള്ളം ഇറക്കി വിട്ട് വെള്ളം ഒരുമാതിരി ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് വിതയ്ക്കും. ഒരാൾക്ക് മാത്രം വിതയ്ക്കാൻ പറ്റുകയില്ല, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് വിതയ്ക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അവിടുത്തെ പാടത്തിലെല്ലാവരും കൊണ്ട് തീരുമാനിച്ചപ്പോൾ എനിക്കവിടുന്ന് വിതയ്ക്കേണ്ടി വന്നു. ഞാൻ ചോദിച്ചു അതിന് വിതച്ചോട്ടെ, വല്ലവരും ഏൽപ്പിച്ചിരുന്ന് എനിക്ക് ആരാധിക്ക് വരാൻ വയ്യായിരുന്നോ? അല്ല അത് ഞാൻ നിൽക്കാതെ എങ്ങനെയാ? ഞാൻ പറഞ്ഞു നിന്നോ, അടുത്ത ഞായറാഴ്ച ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പുള്ളി പോയി. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ചയായി. ഏതാണ്ട് ഈ വലിപ്പത്തിൽ മുളങ്ങി നിൽക്കുക, നെല്ല് മുളച്ച്. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനുണ്ട്. ഇങ്ങനെ രാവിലെ തൊട്ട് കാവല് നിൽക്കുക. ആ പറമ്പിലുള്ള ആ പ്രദേശത്തുള്ള എല്ലാ പാടക്കാരും കൂടി തീരുമാനമെടുത്തിട്ട് ഓരോ വീട്ടുകാർ കാവല് നിൽക്കണം. എന്തിനാണെന്നോ? പ്രാവ് വരാതിരിക്കുക. പ്രാവ് വന്നാൽ ഈ വിതച്ച നെല്ല് കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. അപ്പോൾ അതിന് കാവല് നിൽക്കുക. വ്യാഴാഴ്ച കാവല് നിൽക്കേണ്ടത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഇദ്ദേഹം കാവല് നിൽക്കേണ്ടത്. ഇദ്ദേഹം കാവല് രാവിലെ തൊട്ട് നിന്നു. ഒരു 1:30 മണിയായപ്പോൾ പുള്ളിക്ക് വിശക്കാൻ തുടങ്ങി, ചോറിനാൻ പോകണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് നോക്കിക്കോട്ടെ, അപ്പച്ചൻ ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന്. അപ്പച്ചൻ ഊണ് കഴിക്കാൻ പോയി. അപ്പച്ചൻ പോയപ്പോൾ ഇവനും പോയി. നല്ല അനുസരണമുള്ള പിള്ളേരല്ലേ. പ്രൈസ് ഗോഡ്. ഇയാൾ ഊണ് കഴിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ പറയാം. നാട്ടിലുള്ള സകല പ്രാവും കൂടെ അവിടെ ഇറങ്ങിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ വരമ്പിൻ്റെ അകത്ത്. ഇയാൾ ഊണ് കഴിച്ച് കൈ കഴുകി വന്നപ്പം ഇയാളുടെ പറമ്പ് കണ്ട വിതച്ചതാണെന്ന് തോന്നുകയില്ല. ഒറ്റ നെല്ലില്ലാതെ കുത്തി പ്രാവ് സ്ഥലവും വിട്ടു. അടുത്തുള്ള ഒറ്റ പാടത്തിനൊന്നും പറ്റിയില്ല. പിറ്റേ ഞായറാഴ്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്, മുളച്ചോ, വളർന്നോ? എൻ്റെ ഭാഷേ, എൻ്റെ മാത്രം കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു കൊണ്ടുപോകും, നിൻ്റെ മാത്രം കൊണ്ടുപോകും. കാരണം ദൈവം നിനക്ക് വ്യത്യാസം തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വ്യത്യാസം വന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് എടുക്കാനും കഴിയും. യഹോവ തന്നു, യഹോവ എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരു കാര്യം പറയാം. ഈ ദൈവത്തിന് വേണ്ടി നിന്ന് കൊടുത്തോ, ലജ്ജിക്കത്തില്ല, ലജ്ജിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവചനപ്രകാരം. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ നോയമ്പെടുക്കുന്ന പോലത്തെ എടുക്കലല്ല കേട്ടോ. ചിലരുണ്ട്, ചിലതൊക്കെ നോയമ്പ് പോലെ. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. 50 ദിവസം ഇറച്ചിയും മീനും തിന്നുകയില്ല. 51ാം ദിവസം അതിൻ്റെ പാട് തീർക്കും, അതിൻ്റെ കേടും തീർക്കും. ഒരു ദിവസം 100 ഗ്രാം വെച്ച് തിന്നുകൊണ്ടിരുന്ന ആൾ 50 ദിവസം തിന്നിട്ട് എത്ര വരും? 5 കിലോ. 51ാം ദിവസം 5 കിലോ ഒന്നിച്ചിരുന്നടിക്കും. അതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം എന്നെ സഹായിച്ചെങ്കിൽ മരണപര്യന്തം ജീവനുള്ളിടത്തോളം. അങ്ങനെയല്ലേ വായിച്ചേ? 2ാമത്തെ വാക്യം വായിച്ചേ. 2ാമത്തെ വാക്യം, ജീവനുള്ളന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കാമോ? എൻ്റെ മരണം വരെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ മരണം വരെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ മരണം വരെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. സാഹചര്യങ്ങൾ മാറി വരട്ടെ, നിൻ്റെ ദൈവം മാറത്തില്ല.
ചുറ്റുപാടുകൾ മാറട്ടെ, നിൻ്റെ ദൈവം മാറത്തില്ല. നീ നിൻ്റെ ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ നീയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഴുവൻ അവൻ്റെ അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് ഫോർമുല ആത്മീയ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് ഫോർമുലകൾ ആത്മീയ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ അന്തരീക്ഷത്തിൽ ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളുടെ പ്ലെയിനും പറക്കുന്നതിനേക്കാൾ കൂടുതൽ ട്രാഫിക് നടക്കുന്നുണ്ട്. ഈവിൾ സ്പിരിറ്റുകൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ നന്മ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ആകാശത്ത് വെച്ച് തടയാൻ ഇവനുണ്ട്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. ദാനിയേലിനോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞതെന്നാ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാനിയേലേ, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും മനസ്സ് വെച്ച 1-ാം ദിവസത്തിൽ തന്നെ നിൻ്റെ മറുപടി പുറപ്പെട്ടതാ. പക്ഷേ 21 ദിവസം പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ എവിടാണോ ദാനിയേൽ താമസിക്കുന്ന ആ രാജ്യത്തിൻ്റെ പ്രഭു, അത് നെബൂഖദ്നേസറല്ല, അത് ദാര്യാവേശല്ല, അത് ബെൽശസ്സറല്ല, ഇവർക്കെല്ലാം മേൽ നിന്നുകൊണ്ട് ഇവരെ നിയന്ത്രിക്കുന്ന ചില ദേശീയ അധിപതികളുണ്ട്. പറയുകയാണ് പാർസി രാജ്യത്തിൻ്റെ പ്രഭു. അന്ന് കിട്ടിയ ഭാഗം 9-ാം അധ്യായം അല്ലേ? 10-ാം അധ്യായം 12-ാം വാക്യം. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യം. ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എന്തിനാണെന്നറിയാമോ? ദാനിയേലിന് വേണ്ടി പുറപ്പെടുവിച്ച മറുപടി ദാനിയേലിന്റെ കയ്യിൽ എത്തിക്കാതിരിക്കാൻ. അടുത്ത വാക്യം. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ ദൈവദൂതൻ വന്നു. എന്നിട്ട് എന്നെ സഹായിപ്പാൻ വന്നു. ഞാൻ എന്തോ ചെയ്തു? അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച്, ഈ പാർസി രാജാക്കന്മാരെ ഡീൽ ചെയ്യാനായിട്ട് ഞാൻ അവനെ വിട്ടേച്ച്, നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടാലും അന്തരീക്ഷത്തിൽ വെച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിനെ താമസിപ്പിക്കാൻ കഴിയുന്ന ദുഷ്ടശക്തികളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ വിശ്വസ്തനായി നിന്നാൽ വിശ്വസ്തനായ ദൈവം പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം മീഖായേലിനെ അയച്ച് നിന്റെ മറുപടി നിന്റെ കയ്യിൽ കൊണ്ടു തരുന്ന ദൈവമാണ്. ഇന്ന് വേൽക്കാലം തടുത്തു വെച്ച ചില മറുപടികൾ, അടക്കി വെച്ച മറുപടികൾ, മുടക്കി വെച്ച മറുപടികൾ, ഉടക്കി വെച്ച മറുപടികൾ യേശുവിന്റെ നാമത്തിൽ കയ്യിൽ വരട്ടെ. Hallelujah, hallelujah. Praise God. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ദൈവമക്കളെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? നിനക്ക് വരേണ്ട നന്മ ശത്രു തടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കണം. അതിന് ആരാധന കൊണ്ട് മാത്രമേ പറ്റൂ, ഉപവാസം കൊണ്ടേ പറ്റൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത ആർക്കറിയാമായിരുന്നു? യാക്കോബിനറിയാമായിരുന്നു. അതുകൊണ്ട് യാക്കോബ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. മനസ്സിലായോ? സകല വിശ്വസ്തതയ്ക്കും സകല ദയയ്ക്കും യാക്കോബ് പറയുകയാണ്, ഞാൻ അപാത്രമത്രേ. എന്നിട്ട് ഒരു വടിയോട് കൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഞാൻ 21 വർഷം മുമ്പ് ഒരു കാട്ടുകമ്പും കൊണ്ടാണ് ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. നിനക്കൊരു വർധനവുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് കരം അടിച്ചവനെ അല്പസമയം ആരാധിക്കാം. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഒരു വടി കൊണ്ട് മാത്രം അക്കരെ കടന്ന ദൈവം യാക്കോബിനെ പിന്നെ ഇപ്പുറത്തേക്ക് ചില നാളുകൾക്ക് ശേഷം തിരിച്ചു കടത്തിയത് 2 കൂട്ടമായിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യാക്കോബിനെ അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കർത്താവേ, കരം ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കണമേ.
ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ ദൈവം സഹായിച്ചാൽ മറ്റുള്ളവർ അത്ഭുതപ്പെടുമാറ് നിന്നെ രണ്ട് കൂട്ടമായി മാറ്റുവാൻ ഈ ദൈവം മതിയായവനാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇപ്പം കിട്ടിയതെന്നൊക്കെ വാർത്തകളെന്നൊക്കെ പറയുന്നില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് പ്രെയർ സെൻറ്ററിൽ ഒരു കാര്യത്തിന് വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു, ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് വണ്ടി കയറിയപ്പം സിബി വന്ന് എന്നോട് ഒരു അനുഭവം പറഞ്ഞു. പ്രൈസ് ഗോഡ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സിബി ഒന്ന് പറയാമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ച് അത് ഒന്ന് കേൾക്കാം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഓടണ്ട നടന്നു പോയി. എല്ലാവരും ശ്രദ്ധിച്ച് കാണും കേട്ടോ. ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി അനുകൂലമായാൽ നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? പ്രൈസ് ലോർഡ്. ബൈപ്പാസിൽ പ്രയർ സെൻറ്ററിൽ വന്നിട്ടുള്ളവർക്കറിയാം, അതെൻ്റെ ദൈവം തന്ന ഒരു ദാനമായി തന്ന ഒരു ബിൽഡിങ്ങാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ യാക്കോബിൻ്റെ അനുഭവം പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ മണിമലയിൽ നിന്നും, കാഞ്ഞിരപ്പള്ളി അടുത്തുള്ള മണിമലയിൽ നിന്നും ഞാൻ എറണാകുളത്ത് വന്നതാണ്. ആ ബിൽഡിംഗ് എനിക്ക് സ്വന്തമായി കിട്ടിയപ്പോൾ ദൈവമേ, ഒരു കാര്യം ഞാൻ അവിടെ വെച്ച് നേർച്ച കഴിച്ചു. ഇതിൻ്റെ രണ്ടാമത്തെ നില ദൈവവേലയ്ക്കായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞാൻ പണിത് കൊടുക്കുമെന്ന്. അതവിടെ അങ്ങനെ ആരംഭിച്ചു. പ്രയർ സെൻറ്റർ ആരംഭിച്ചു, കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിച്ചു. അങ്ങനെ കൗൺസിലിംഗ് നടന്നു. തുടർന്ന് എൻ്റെ അഭിവൃദ്ധി മുഴുവൻ അവിടെ നിന്നാണ് ഉണ്ടായത്. അനേക നന്മകൾ ഒന്നും വിവരിക്കുവാൻ പറ്റത്തില്ല, അതിന് സമയവുമില്ല. അനേക നന്മകൾ അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. അവിടെ എനിക്ക് ഒരു മാസം 10,000 രൂപ പോലും വിറ്റുവരവില്ലായിരുന്ന സ്ഥാനത്ത് ഒരു മിനിറ്റിൽ അതിലധികം രൂപ വിറ്റുവരവ് വരുവാൻ തക്കവണ്ണം ദൈവം എന്നെ അത്രമാത്രം വളർത്തി. അവിടെ കൗൺസിലിംഗ് നടക്കുന്നത്, അവിടെ മീറ്റിങ്ങുകൾ നടക്കുന്നത് എനിക്കേറെ അനുഗ്രഹമായിരുന്നു. ഒരാരാധന, ഒരു ശുശ്രൂഷ എവിടെങ്കിലും നടന്നാൽ അതിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും അനുഭവത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ധ്യാന കേന്ദ്രത്തിലും അല്ലെങ്കിൽ എ ജെ ഹോളിലുമായി കൗൺസിലിംഗ് നടക്കുകയായിരുന്നു. അവിടുത്തെ കൗൺസിലിംഗ് നിന്നുപോയിരുന്നു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഞാൻ വളരെ വേദനിച്ചു. ഞാൻ വീട്ടിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ ആ ശുശ്രൂഷ അവിടെ നിന്നു പോകുമോ, അതവിടെ എന്ത് ചെയ്യാനിടയാവും. ഞാൻ എൻ്റെ പുറത്താരോടും പറഞ്ഞില്ലെങ്കിൽ തന്നെ വളരെ വേദനിച്ചു. എന്നാൽ ഒരു 1.5 മാസം മുമ്പ് പാസ്റ്റർ ഇവിടെ വന്ന് പ്രഖ്യാപിച്ചു, ഞാൻ മനസ്സുപോലും അറിഞ്ഞതല്ല, ഞാൻ ആവശ്യപ്പെട്ടതുമല്ല, കൗൺസിലിംഗ് അവിടെ റീസ്റ്റാർട്ട് ചെയ്യും, അവിടെ മുതൽ വീണ്ടും കൗൺസിലിംഗ് തുടങ്ങുമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, കൗൺസിലിംഗ് തുടങ്ങിയ പിറ്റേ ആഴ്ച മുതൽ എൻ്റെ ബിസിനസ്സിൻ്റെ വർധനവ് ഭയങ്കരമായിരുന്നു. ഇന്നലെ എനിക്ക് ആ പാസ്റ്ററോട് പറയാതിരിക്കാൻ പറ്റിയില്ല. അതായത് ഈ വരുന്ന ഡിസംബറും ജനുവരിയും വേണമെങ്കിൽ എനിക്ക് ബിസിനസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതിന് മാത്രമുള്ള ബിസിനസ് ഈ നവംബർ എൻഡിൽ തന്നെ ലഭിച്ചു. ചില പർട്ടിക്കുലർ ഐറ്റംസ് ഞാൻ അടുത്ത 2 മാസത്തേക്ക് ബിസിനസ് എടുക്കുന്നില്ല, കാരണം ഓവർ കപ്പാസിറ്റിയായി, എനിക്ക് കൊടുക്കാവുന്ന ലിമിറ്റിലധികമായി. ഞാൻ ഒന്നും ശ്രമിച്ചില്ല. ഒരു 10 പൈസ അഡ്വർടൈസ്മെൻറ്റ് മുടക്കിയില്ല, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ പുറത്ത് വിട്ടില്ല. അവിടെ ഇരിക്കുന്നത് മാത്രം, അവിടെ മേളിൽ നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹം അവിടെ എല്ലാത്തിലും എനിക്ക് വിളങ്ങുവാൻ കഴിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം എന്നെ അതിലൂടെ അനേകമായിരമായി വളർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ, ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹിച്ചാൽ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്, സ്ഥലം പോരാതെ വരുവോളം, ഓർഡർ കൊടുക്കാൻ പറ്റാതെ വരുവോളം. ഇന്ന് പകല് ഞാൻ ഈ സാക്ഷ്യം പറയിച്ച് എന്താണെന്നറിയാമോ? ഏറ്റവും ബിസിനസ് ഡള്ളാകുന്ന സമയത്ത് പോലും ദൈവം നിന്നെ ഡള്ളാക്കി ഇരുത്തത്തില്ല. ആമീൻ. ഇടത്ത് വശത്തും വലത്ത് വശത്തും ഇരുട്ടായിരിക്കും, പക്ഷെ നിൻ്റെ വീട്ടിൽ വെളിച്ചമുണ്ടാകും. ആമീൻ. ഹല്ലേലൂയ. നിൻ്റെ ചുറ്റുമുള്ള ഭവനങ്ങളിൽ അന്ധകാരമായിരിക്കും, പക്ഷേ ദൈവത്തെ സേവിക്കുന്ന നിനക്ക്, ദൈവത്തെ ആരാധിക്കുന്ന നിനക്ക് ഒരു പദവി ദൈവം തന്നിട്ടുണ്ട്. ആ പദവി നിലനിർത്താൻ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് കരത്തുവരുത്തി സ്തുതിക്കുക. ഞാനൊരു ദൈവ പൈതൽ എന്നുള്ള പദവി എൻ്റെ ജീവിതത്തിൽ നിലനിർത്തി ആരാധിക്കും. ആമേൻ. ഹല്ലേലൂയ.
ഞാൻ ചുമ്മാ പറയുന്ന അല്ല കേട്ടോ. അനുഭവങ്ങൾ അതുപോലെ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. പല വീടുകളിലും പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഞാൻ കയറി ചെന്നപ്പോൾ, ഞാൻ ഇന്നലെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഞാൻ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവരുടെ വീടും താമസവും കൂടെയാണ് ഒരു ചെറിയ കോറിഡോർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ കോറിഡോറിനകത്ത് ഒരു സെറ്റി, ബിസിനസ് നടക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഗസ്റ്റ് വന്ന് ഇരുന്ന റിസപ്ഷൻ റൂമാണ്, പ്രൈസ് ഗോഡ്. ആ സെറ്റിയുടെ ഒരു മൂലയ്ക്ക് വലിയൊരു ഹോളാണ്. അവിടെ കുറച്ച് പുസ്തകം വെച്ചേക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾ താഴോട്ട് പോകും, ഇരിക്കാതിരിക്കാൻ വേണ്ടി പുസ്തകം വെച്ചേക്കുക. അങ്ങനെയുള്ള സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം അങ്ങ് അനുഗ്രഹിച്ചപ്പോൾ, ഒരു സ്കൂട്ടർ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ദൈവം അങ്ങ് അനുഗ്രഹിച്ചപ്പോൾ ഇന്ന് അനേക വാഹനങ്ങൾ, അനേക സ്ഥാപനങ്ങൾ, അനേകം വിറ്റുവരവുകൾ, അനേകമായിട്ടുള്ള സ്റ്റാഫ്, ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ പോലെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കൊടുത്തൊരു ദൈവത്തെ എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പലരുടെയും അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് എനിക്കറിയാം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഒരു ദൈവമുണ്ടെന്ന് കണ്ടത് എനിക്കറിയാം. പക്ഷെ നന്ദികേട് കാണിക്കാതെ ദൈവം നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കണം. പ്രൈസ് ഗോഡ്. പക്ഷെ അവസ്ഥയ്ക്ക് മാറ്റം വരുമ്പം ആരാധന പോകല്ലേ. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ കൈയടിച്ച് ആരാധിക്കാൻ പറയുമ്പോൾ കൈകെട്ടി ഇരിക്കുന്നതല്ല ആരാധന. സർവശക്തനായ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാനുള്ള മനസ്സ് പോകല്ലേ. എനിക്ക് സങ്കടമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? എല്ലാം പ്രാപിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പൂച്ച പാല് കുടിക്കുന്ന പോലെ ഒരു വിശ്വാസം കൊണ്ടുപോകല്ലേ നിങ്ങളാരും. ദൈവം നിങ്ങളെ സഹായിച്ചത് മറക്കരുത്. നിങ്ങൾ മറന്നാലും ഞാൻ മറക്കത്തില്ല, ദൈവം ഒട്ടും മറക്കത്തില്ല. നിങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാതാകല്ലേ. ദൈവം സഹായിച്ചത്, പ്രൈസ് ഗോഡ്, വഴിയാധാരമായിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം പൊക്കിയെടുത്തത്, തലമുറകളെ അനുഗ്രഹിച്ചത്, വിദ്യാഭ്യാസം തന്നത്, വിവാഹബന്ധങ്ങൾ തന്നത്, വീട് തന്നത്, വാഹനം തന്നത്, ഇതെല്ലാം മറന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് കയ്യും കെട്ടി ഇരിക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവകൃപ നിനക്ക് വേണ്ടി തന്നത് വൃഥാവല്ല. നിന്റെ തലമുറയെ പൊക്കിയത് വെറുതെയല്ല, നിന്റെ കുടുംബത്തെ തന്നത് വെറുതെയല്ല, വിദ്യാഭ്യാസം തന്നത് വെറുതെയല്ല, ജോലി തന്നത് വെറുതെയല്ല. മനസ്സുണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഒരു ദാവീദ് രാജാവായി കഴിഞ്ഞിട്ട് 12 ഗോത്രങ്ങളെ രാജാവായിട്ട് എവിടെയെങ്കിലും സിംഹാസനത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ദാവീദിന് ഉറക്കത്തില്ല. നന്ദിയുള്ളവന് ഉറക്കത്തില്ല. ദൈവത്തെ അറിയാവുന്നവന് ഉറക്കത്തില്ല. ദാവീദ് എന്തെന്നറിയാമോ? രാജകീയ വസ്ത്രം ഊരി മാറ്റി പഞ്ഞിനൂലങ്ങ് ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കുതിച്ച് നൃത്തം ചെയ്ത് ആരാധിച്ചെന്ന് വചനം പറയുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ ദൈവത്തെ ആരാധിക്കാൻ മനസ്സിലാണിക്കണം. ഇല്ലെങ്കിൽ ദൈവം കൈകാര്യം ചെയ്യും. ദൈവത്തിന്റെ സന്ദർശനം ശക്തമായിരിക്കും. നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പോലെ എല്ലാം ഇടിയും, ഒരു ദിവസം കൊണ്ടുപോകും. ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ദൈവം ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല. അവൻ നിന്റെ പിതാവെങ്കിൽ അവനുള്ള ബഹുമാനം എവിടെ? അവൻ നിന്റെ യജമാനനെങ്കിൽ അവനുള്ള ഭക്തി എവിടെ? നത്തിങ് എൽസ്, നത്തിങ് ലെസ്, നത്തിങ് മോർ. പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, ഈ മൈക്കൊക്കെ വെച്ചും പതുക്കെ പറഞ്ഞാലും അവിടെ തിരിച്ചാൽ ഒച്ച കിട്ടും. നിങ്ങൾക്കെല്ലാം കേൾക്കുന്ന ഒച്ചയുണ്ടാകും. എനിക്ക് ഒരു സംശയവുമില്ല. ടെക്നോളജി എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സോണാറിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ച് ഒരു പിടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദൈവത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞുള്ളെങ്കിലും, ഒരു സെൻറ്റൻസേ പറഞ്ഞുള്ളെങ്കിലും മുഴുവൻ ബലം എടുത്താ പറയുന്നത്. കാരണം എന്തെന്നറിയാമോ? അവൻ തന്ന ബലം മറക്കാൻ പറ്റത്തില്ല. അവൻ തന്ന ബലം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കൽ കിടന്ന് ഞാൻ നെഞ്ചത്തടിക്കുന്നത് ഒഴിവാക്കിയ ദൈവത്തെ കൈകൊട്ടി സ്തുതിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ?
ആശുപത്രിയുടെ വരാന്തയിൽ നിരങ്ങി നിന്നുകൊണ്ട് നിന്റെ മക്കളുടെ നന്മയ്ക്കും ഹല്ലേലൂയ നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനും സഹായിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ ഒന്ന് കൈയടിച്ച് ആരാധിക്കാൻ എന്നാ കുഴപ്പം? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ചിലർക്ക് ഇത് കൈകൊട്ടെന്ന് പറയുന്നത് എന്തോ അലർജി ആയേക്ക്, എനിക്കറിയത്തില്ല. ഒരു കാര്യം, നല്ല ലക്ഷണമല്ല കേട്ടോ ഇത്. പെന്തിക്കോസ്തുകാരൻ്റെ മുഖമുദ്രയാണ് കയ്യടി. പെന്തിക്കോസ്തുകാരൻ്റെ മുഖമുദ്രയാണ് കയ്യടി. അത് കരിസ്മാറ്റിക്കാർ ഏറ്റെടുത്തു, ഭജനക്കാർ ഏറ്റെടുത്തു. സകല ജാതികളും ഇന്ന് സന്തോഷം വരുമ്പോൾ പന്ത് കളി കണ്ടാലും കൈ കൊട്ടുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അനുഭവം. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള ദൈവത്തെ ഇതിന് പിത്തം പിടിച്ച പോലെ ഇരുന്ന് ആരാധിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, നിങ്ങളെക്കൊണ്ടും പറ്റരുതെന്ന എൻ്റെ അഭിപ്രായം. ദൈവം ചെയ്ത നന്മ, ദൈവം ചെയ്ത ബലം നിന്റെ കരങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ കൈയുടെ ബലം പോകാൻ ഒരു ക്ലോട്ട് മതി, തലച്ചോറിനകത്ത് പിൻ പോയിന്റ് മതി, പൊങ്ങുകയല്ല കൈ. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ കൈ കൊട്ടാൻ പഠിപ്പിച്ചു. ഈ ദിയ ഞാൻ കൊട്ടാൻ പറഞ്ഞപ്പോൾ കുട്ടിയെ ഈ ഇവിടെ കൈ അങ്ങോട്ട് കുത്തി വെച്ച് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. കഴിഞ്ഞ് ഇന്നലെ മിനിയാന്നിട്ട് ഞാൻ നേരിട്ട് പറഞ്ഞു, കൈ കൊട്ടണം, ഇങ്ങനെ കൊട്ടണം എന്ന് പറഞ്ഞു. ഒരു കിളി ഇങ്ങനെ പറക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞാലേ പറക്കും. മനസ്സിലായോ? കൈ സപ്പോർട്ട് ചെയ്തല്ല കൈ കൊട്ടേണ്ടത്. കൈ കൊട്ടുക എന്ന് പറഞ്ഞ് ശരിക്ക് കൈയടിച്ച് തന്നെ ആരാധിക്കണം. ഇത് പെന്തിക്കോസ്തുകാരൻ്റെ ആരാധനയാണെങ്കിൽ ശരിക്ക് കൈയടിച്ച് ആരാധിക്കണം. വിടുതലുണ്ട് കേട്ടോ, വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്, ഐശ്വര്യമുണ്ട്, അഭിവൃദ്ധിയുണ്ട്. പൂർവ്വപിതാക്കന്മാർ നന്മ പ്രാപിച്ചതാണ്, നമ്മളും പ്രാപിച്ചതാണ്. ആമേൻ. ഞാൻ പറയാം, ഞാൻ എൻ്റെ അനുഭവം പറയാം. ദാവീദ് പറഞ്ഞു, തള്ളയാടുകളുടെ മേക്കുന്ന അനുഭവത്തിൽ നിന്ന്, അപ്പനും അമ്മയും മറന്നുപോയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ ദൈവത്തെ അറിയാതിരുന്നെങ്കിൽ ഇവിടം വരെ വരത്തില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞാൻ ഈ കർത്താവിനെ അറിയാതിരുന്നെങ്കിൽ ഈ അനുഭവത്തിൻ്റെ ഈ ഞാനിന്ന് അനുഭവിക്കുന്ന നന്മയുടെ അടുത്തെങ്ങും എത്തത്തില്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ദൈവം എനിക്ക് വെളിപ്പെട്ട് കിട്ടി. അവനെ എനിക്ക് മനസ്സിലാക്കി തന്നു, അവൻ്റെ മർമ്മം എനിക്ക് മനസ്സിലാക്കി തന്നു, അവൻ്റെ വചനം എനിക്ക് മനസ്സിലാക്കി തന്നു, സത്യ ആരാധന എന്തെന്ന് മനസ്സിലാക്കി തന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ പറയാം ദൈവമക്കളെ, ഇന്നേക്കിപ്പോൾ ഈ ഡിസംബർ 31 വരുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടിട്ട് 40 വർഷം തികയുക. സ്നാനപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് നിസ്സംഗനായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റിയില്ല. ചത്ത് വീഴണമെങ്കിൽ ആരാധിച്ച് വീഴണമെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, നിന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശക്തിയോടെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. Praise God. Hallelujah. Amen. Praise God. നിങ്ങൾ പറയും ഈ കൈകൊട്ടിൽ എന്താ ഇരിക്കുന്നത് എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഭാവിച്ചായ തളർന്നു കിടന്നപ്പോൾ എങ്ങനെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാമോ? ഒരു നിമിഷം കൊണ്ട് ഒരു വശം തളർന്നുപോയി. രാവിലെ ഓഫീസിൽ പോകാൻ തല ചെയ്യുവാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. രാവിലെ കാപ്പിയോട് കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ പോയതാ, പറ്റുന്നില്ല. ഒരു നിമിഷം കൊണ്ട് തളർന്നുപോയി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇപ്പോൾ ബലത്തിരിക്കുന്നുണ്ടല്ലോ, ഇത് അനങ്ങാതാകാൻ ഒരു സെക്കൻഡ് മതി. വിളിച്ചു പറഞ്ഞു, ഞാനൊന്ന് ഓഫീസിലിരിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കുക. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിച്ച് ഒട്ടും പേടിക്കരുത്, ഇത് പിശാചിൻ്റെ പരിപാടിയാണ്. ധൈര്യത്തോടെ യഹോവയിൽ ആശ്രയിച്ചു. അന്ന് ഞാൻ ചിലരെ 2-3 പേരെ പെട്ടെന്ന് സംഘടിപ്പിച്ച് ബാബുച്ചാൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവർ കുടുംബമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെ കൈ അവൻ മിനിറ്റുകൾക്കകമല്ല, പ്രൈസ് ഗോഡ്, അല്ല മണിക്കൂറുകൾക്കകമല്ല, മിനിറ്റുകൾക്കകം എങ്ങനെ ശരിയായെന്ന് ബാബുച്ചാൻ്റെ അനുഭവത്തിൽ നിന്ന് പറയും. പ്രൈസ് ഗോഡ്. 1995 ഏപ്രിൽ മാസത്തിൽ ഒരു ദിവസം, അതിനു മുമ്പ് വരെയും എൻ്റെ ജീവിതത്തിൽ കാര്യമായ രോഗങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 8 മണിക്ക് കുളിച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ തല തോർത്തിക്കൊണ്ടിരുന്നപ്പോൾ കൈക്കൊരു ചെറിയ പെരുപ്പ് തോന്നി. പുറത്തു വന്നു തലമുടി ചീകാൻ ചീപ്പെടുത്തപ്പോൾ എൻ്റെ വലത്തുകരം തലമുടി ചീകാനായിട്ട് പോകുന്നില്ല.
ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാനായിട്ട് നോക്കിയപ്പോൾ ആ ബട്ടൺ ഇടാനായിട്ട് കൈ അങ്ങോട്ടേക്ക് പോകുന്നില്ല, കോർഡിനേഷൻ തെറ്റുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തു, വായിലേക്ക് കൊണ്ടുപോകുന്ന കൈ വായിലേക്കല്ല പോകുന്ന, ഡയറക്ഷൻ മാറിപ്പോകുന്നു. ചുരുങ്ങിയ ചില നിമിഷം കൊണ്ട് എൻ്റെ ഒരു വശം മുഴുവൻ ബലം ക്ഷയിച്ച് തളരുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ ദാസനെ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിപ്പാൻ പറഞ്ഞു. അന്ന് ജോണിച്ചായൻ്റെ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ജോണിച്ചായനും സജി എന്ന് പറഞ്ഞ ബ്രദറും വേറെ 2 പേരും കൂടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ പാർലറിലുള്ള ദിവാൻ ബെഡിൽ കിടക്കുക. ചില നിമിഷങ്ങൾ അവർ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ ഊർന്ന് താഴോട്ടിറങ്ങി എൻ്റെ വലത്തുകരം എൻ്റെ മടിയിൽ വെച്ച് ഞാൻ ഇടത്ത് കൈ കൊണ്ട് അടിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കരത്തിന്മേൽ ശക്തി പകരണം. അസജി എന്ന് പറയുന്ന ബ്രദർ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ തലമേൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ചില നിമിഷം എടുത്തുള്ളൂ, എൻ്റെ 2 കരങ്ങളും അടിച്ച് ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമിടയാക്കി. ദൈവമക്കളെ, ദൈവം തരുന്ന ഭാഗ്യമാണ്. നിന്റെ കരത്തിന് ബലമുള്ളപ്പോൾ കരം അടിച്ചു തന്നെ ആരാധിക്കണം. ദൈവം തരുന്ന ഭാഗ്യമാണിത്, ദൈവം തരുന്ന പദവിയാണിത്. Praise God. Hallelujah. Praise God. ആമേൻ. അപ്പം അതുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, കൈയടിക്കുന്നവരെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദാവീദ് പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇനിയും ഹീനനാക്കും എന്നെ. കൂടി വന്നു കഴിഞ്ഞാൽ കൊട്ടിപ്പാട്ടുകാരനെന്ന് വിളിക്കായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. പെന്തിക്കോസുകാരെന്ന് വിളിക്കുക, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ സകല അനുഗ്രഹങ്ങളും വന്നത് അവിടെ നിന്നാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ഉയർച്ച, ഈ ദൈവത്തെ കണ്ടുമുട്ടിയതാണ് എൻ്റെ വിദ്യാഭ്യാസം, ഈ ദൈവത്തെ കണ്ടുമുട്ടിയതാണ് എൻ്റെ നന്മ, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാം ഈ ദൈവത്തെ കണ്ടുമുട്ടിയതാണ്. പ്രൈസ് ഗോഡ്. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ സങ്കീർത്തനം ദൈവം അനുവദിച്ചാൽ ഇനി എപ്പോഴെങ്കിലും ബാക്കി പറയാം. പ്രൈസ് 5-ാം വാക്യം കൂടെ വായിച്ചട്ടെ. യാക്കോബിന്റെ ദൈവം സഹായമായി, യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഇന്ന് അങ്ങനെയുള്ളൊരു ഭാഗ്യപദവിക്ക് താല്പര്യമുള്ളവർക്ക് അവസരമുണ്ട്. പ്രൈസ് ഗോഡ്. യാക്കോബിൻ്റെ ദൈവം സഹായമായി, യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. കണ്ണുകളെല്ലാം അടയ്ക്കാം, നിങ്ങളുടെ തലകൾ വണക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടോ. ഇന്നിവിടെ ആരാധനയ്ക്ക് ആദ്യമായി വന്നിട്ടുള്ള വല്ലവർക്കും ഈ ഭാഗ്യപദവി എനിക്ക് വേണം. യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്, ഞാൻ ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗ്യപദവി എനിക്ക് വേണം. അങ്ങനെ ഈ ഭാഗ്യപദവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യപദവി എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ഭാഗ്യപദവി ഇന്ന് പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് യാക്കോബിൻ്റെ ദൈവത്തിൽ സഹായം കണ്ട് പ്രത്യാശയോടുകൂടി ഭാഗ്യവാനായി മടങ്ങണം താല്പര്യമുള്ളവർക്ക്, ഭാഗ്യവതിയായി മടങ്ങണം താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വലത്ത് കരം ഉയർത്താം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തളർച്ചകളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, തകർച്ചകളെ മാറ്റുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചരിക്കത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ വലത്ത് കരം ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഭയായി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരം ഉയർത്തിയവർക്ക് എഴുന്നേറ്റ് നിൽക്കാം, നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നട്ടെ. ഇന്ന് ദൈവം അവരെ സഹായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മുന്നോട്ട് വന്നാട്ടെ, നിങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ. ആമേൻ. രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, അതിഥികളായി വന്നിട്ടുള്ളവർക്ക് നിങ്ങൾ ഒരുപക്ഷെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കാം. എന്നാൽ ഇന്ന് ഞങ്ങളുടെ നിന്ന മാറ്റുന്ന ദാവീദിനെ സഹായിച്ച ദൈവം, പേര് മാറ്റി എഴുതുന്ന ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ കരങ്ങളെ ഉയർത്താം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കരങ്ങൾ ഉയർത്തിയവർക്ക് അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും കൂടെ എഴുന്നേക്കല്ലേ, കരങ്ങൾ ഉയർത്തിയവർക്ക് മാത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.
ഈ നിൽക്കുന്നവരിൽ ഫെയ്ത്ത് സിറ്റിയിൽ ആദ്യമായിട്ട് വന്നവരോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വന്നവരാണെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നാൽ മതി. 2 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുള്ളവർ അവിടെ തന്നെ നിൽക്കാം. ഇന്ന് ആദ്യമായിട്ടോ രണ്ടാമതോ വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് പകല് ഈ ജീവിതങ്ങൾക്ക് ഒരു സഹായകനായി വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഉറബ ഷൈഖ ബാലര ദുന ജനരവ സന്ദര ഹസ്തുലി ജബന ധുരകല ഹസ്തുൽ ഖൗഡ രമന ധരമല ജരബല ഹത്തുര. ജീസസ്, 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 ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ പ്രതീക്ഷിച്ച ആളുകൾ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്നു കഴിഞ്ഞു. എന്നാൽ ഫെയ്ത്ത് സിറ്റി സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും ഇന്ന് എന്നെ ദൈവം എന്നെ സഹായിച്ചേ പറ്റൂ. ആമേൻ. ഈ ആഴ്ച എനിക്ക് ദൈവപ്രവൃത്തി കാണണം കർത്താവേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വന്ന് നിൽക്കാം. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെ ഇവിടെ വെളിപ്പെടുന്ന ദിവസമാകട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന ദിവസമാകട്ടെ. ഈ 11ാം മാസത്തിൻ്റെ ഹല്ലേലൂയ അവസാന നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. ഈ 12ാം മാസത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന ഒരനുഭവം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകണം, ഈ വ്യക്തികളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ദൈവം എനിക്ക് മനോഹരമായി പ്രവർത്തിച്ചു വന്ന്, അതിശയകരമായി പ്രവർത്തിച്ചു വന്ന് റോമൻ ലോകത്തിന് മുമ്പാകെ സാക്ഷിക്കുവാൻ, സഭയുടെ മുമ്പാകെ സാക്ഷിക്കുവാൻ ദൈവം ഇവരെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യാക്കോബിനും ഹല്ലേലൂയ ഇസ്രായേലിനും അനുഗ്രഹം പകർന്ന ദൈവമേ, സന്തോഷവും ആനന്ദവും പകർന്ന ദൈവമേ, മിസ്രൈമ്യർക്കും ഇസ്രായേൽ മക്കളും തമ്മിൽ വ്യത്യാസം വെച്ച ദൈവമേ, ഹല്ലേലൂയ 10 അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വ്യത്യാസം വയ്ക്കുക മാത്രമല്ല, ഒടുവിലായി ആമേൻ മിസ്രൈമിലെ തെരുവീഥികൾ കടന്നുപോയ സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ കയറാതെ മിസ്രൈമ്യരുടെ ഭവനത്തിൽ കയറി അവരുടെ ആദ്യജാതന്മാരെ സംഹരിക്കുക മാത്രമല്ല, അന്ന് ഒരു പുറപ്പാട് അനുവദിച്ച ദൈവമേ, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു എക്സോഡസ് യേശുവിന്റെ നാമത്തിൽ. Let there be an exodus tonight. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു എക്സോഡസ്, ഒരു എക്സോഡസ്, ഒരു എക്സോഡസ്, എക്സോഡസ്, എക്സോഡസ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതല, വിടുതല യേശുവിന്റെ നാമത്തിൽ. ഉടാബല ദറബറ ശബ്ദറബറബ അതുല ജഗല ദലബര ഹദലബ റൗഡക ജഗലക ദലബല ഹത്ത ഉർദ ഭാര ഷൗഡ റവ ഖത്തല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പുറപ്പാട് നടക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് മേൽക്കാല ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സംഗണ ദുരബര ഹത്തുല ബൗഡ കഴിഞ്ഞ നാളുകളായി ശത്രു കെട്ടിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിടുതല കൽപ്പിക്കുകയാണ്. വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരുടെ ജീവിതങ്ങളുടെ മേൽ, എല്ലാ കുടുംബങ്ങളുടെ മേൽ, എല്ലാ വ്യക്തികളുടെ മേൽ ഇന്ന് പകൽ കർത്താവേ ഒരു വലിയ വിടുതൽ നടക്കട്ടെ. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മുഴുവൻ ഈ നിമിഷത്തിൽ ഞാൻ വെട്ടി മാറ്റുന്നു. അഴിയട്ടെ, 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 അഴിയട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ആമേൻ. ഒരു പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകാൻ ഉറക്കം പറഞ്ഞ കർത്താവായിരിക്കുന്ന യേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചവൻ, എൻ്റെ ശത്രുവിനെ കാൽക്കീഴാക്കിയവൻ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഇന്ന് പകല് ഞാൻ ആരാധിക്കുന്ന ഈ ആരാധന കൈക്കൊള്ളുമാറാകണമേ. കുറവുകൾ ക്ഷമിക്കണമേ, കുറ്റങ്ങൾ ക്ഷമിക്കണമേ. വചനപ്രകാരം ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി, എൻ്റെ കർത്താവായി ഞാൻ ഏറ്റുപറയുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക്
രാജാവായി യേശുവേ അങ്ങ് എഴുന്നള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. പ്രൈസ് ഗോഡ്.